Hello everyone, welcome to a new session. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സ്കൂൾ മാനേജ്മെന്റ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള പേപ്പറിലെ 4th യൂണിറ്റ് ആണ് കേട്ടോ. ഈ ഒരു ചാപ്റ്ററിന്റെ പേരാണ് സ്കൂൾ അഡ്മിനിസ്ട്രേഷൻ. ഓക്കെ, അപ്പൊ നമ്മൾ ഓൾറെഡി ലാസ്റ്റ് ചാപ്റ്ററിൽ എന്താണ് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള കൺസെപ്റ്റ് എന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കിയിട്ടുണ്ടായിരുന്നു അല്ലെ. മാനേജ്മെന്റും അതുപോലെ അഡ്മിനിസ്ട്രേഷനും തമ്മിലുള്ള ഡിഫറൻസ് എന്തൊക്കെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ ആയിരുന്നു നമ്മൾ 3rd ചാപ്റ്ററിൽ ഡീറ്റെയിൽ ആയിട്ട് നോക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് അഡ്മിനിസ്ട്രേഷന്റെ റോളും കാര്യങ്ങളൊക്കെയാണ് ഡിസ്കസ് ചെയ്യുന്നത്. നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ വാട്ട് ഈസ് ദ മീനിങ്, എയിംസ് ആൻഡ് ഒബ്ജക്റ്റീവ്സ്, പ്രിൻസിപ്പിൾസ് ഓഫ് സ്കൂൾ അഡ്മിനിസ്ട്രേഷൻ, സ്കൂൾ അഡ്മിനിസ്ട്രേഷന്റെ മീനിങ് എന്താണ്, പ്രിൻസിപ്പിൾസ് എന്തൊക്കെയാണ്, ഇവരുടെ ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണ്, എന്താണ് ഇൻസ്റ്റിറ്റ്യൂഷണൽ പ്ലാനിങ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കൺസെപ്റ്റ്, ഇതിനെ നമുക്ക് ഇങ്ങനെ ഡിഫൈൻ ചെയ്യാം, ഇതിന്റെ ഇമ്പോർട്ടൻസ് എത്രത്തോളം ഉണ്ട്, എന്തൊക്കെയാണ് ഇൻസ്റ്റിറ്റ്യൂഷണൽ പ്ലാനിങ്ങിന്റെ ഒബ്ജക്റ്റീവ്സ്, ഇവരുടെ ക്യാരക്ടറിസ്റ്റിക്സ് അല്ലെങ്കിൽ ഇവരുടെ കമ്പോണൻസ്, വാട്ട് ഓൾ ആർ ദ സ്റ്റെപ്സ് ഇൻവോൾവ് ഇൻ പ്രിപ്പയറിംഗ് ആൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ പ്ലാനിങ്, ഇൻസ്റ്റിറ്റ്യൂഷണൽ പ്ലാനിങ്ങിന്റെ ലിമിറ്റേഷൻസ് എന്തൊക്കെയാണ്, ആൻഡ് അനദർ ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു കൺസെപ്റ്റ് ആണ് സ്കൂൾ കോംപ്ലക്സ്, ഇതിന്റെ മീനിങ്, ക്യാരക്ടറിസ്റ്റിക്സ്, ഇവരുടെ അഡ്വാൻറ്റേജ്, ഡിസ്അഡ്വാൻറ്റേജ്, ഒരു സ്കൂൾ ടൈം ടേബിൾ എന്ന് പറയുന്നത് എന്താണ്, വാട്ട് വിൽ ബി ദ റോൾ ഓഫ് ദ ഹെഡ് മാസ്റ്റർ ആൻഡ് ടീച്ചേഴ്സ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. സോ ആദ്യമായിട്ട് നമ്മൾ പറഞ്ഞ പോലെ തന്നെ വാട്ട് ഈസ് ദ മീനിങ് ഓഫ് സ്കൂൾ അഡ്മിനിസ്ട്രേഷൻ. എന്താ സ്കൂൾ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞാല്, നമുക്കറിയാം അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത് ഒരു സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു റോള് നിർവഹിക്കുന്ന ആളുകളാണ് അല്ലെ. അഡ്മിനിസ്ട്രേഷൻ റോള് ചെയ്യുന്നവർ, ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളെ കുട്ടികളുടെ എൻറോൾമെന്റ്, ഒരു കുട്ടി നമ്മളെ സ്കൂളിൽ ജോയിൻ ചെയ്യുന്നത്, ഇവരെ റീറ്റെയിൻ ചെയ്യുക അല്ലെ. റീടെൻഷൻ എന്ന് പറഞ്ഞാൽ എന്താ, ഇൻ ബിറ്റ്വീൻ എഡ്യൂക്കേഷൻ ഡ്രോപ്പ് ഔട്ട് ചെയ്യാതെ അല്ലെങ്കിൽ ഡ്രോപ്പ് ഔട്ട് ചെയ്ത് പോവാതെ ഇരിക്കാൻ ശ്രമിക്കേണ്ടത് ആരാണ്, അഡ്മിനിസ്ട്രേഷൻ ആണ്. സോ കുട്ടികളെ റീറ്റെയിൻ ചെയ്ത് നിർത്തേണ്ടത് അഡ്മിനിസ്ട്രേഷൻ ആണ്. സ്റ്റാഫിംഗ് ചെയ്യേണ്ടത് അല്ലെ, ഹയറിംഗ് ചെയ്യേണ്ടത്, നമ്മൾ ആ ഒരു സ്കൂളിൽ വർക്ക് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ടീച്ചിങ് സ്റ്റാഫ്സിനെയും നോൺ ടീച്ചിങ് സ്റ്റാഫ്സിനെയും എല്ലാം ഹയർ ചെയ്യേണ്ടത് ആരാണ്, സ്കൂൾ അഡ്മിനിസ്ട്രേഷൻ ആണ്. പ്രൊവൈഡ് ദ ഫിസിക്കൽ ഫെസിലിറ്റീസ്, സൂപ്പർവിഷൻ ആൻഡ് ഇൻസ്പെക്ഷൻ ടു ഇംപ്രൂവ് ദ ഫംഗ്ഷൻ ഓഫ് ദ സിസ്റ്റം. ഒരു സിസ്റ്റം വളരെ നന്നായിട്ട് റൺ ചെയ്ത് പോവാനും ആ സിസ്റ്റത്തിനെ എല്ലാം കൊണ്ടും ഇംപ്രൂവ് ചെയ്യാനും അവിടെ ആവശ്യമായിട്ടുള്ള ഫിസിക്കൽ ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്യേണ്ടതും ഇവരെ എല്ലാവരും സൂപ്പർവൈസ് ചെയ്യേണ്ടതും ഇൻസ്പെക്ട് ചെയ്യേണ്ടതും എല്ലാം ആരുടെ റോളാണ്, അഡ്മിനിസ്ട്രേഷന്റെ റോളാണ്. കണ്ടക്ട് ടെസ്റ്റ് ആൻഡ് എക്സാമിനേഷൻ, എൻഷുർ ഓവറോൾ ഡിസിപ്ലിൻ, ഡീൽസ് വിത്ത് ഹ്യൂമൺ ആൻഡ് മെറ്റീരിയൽ എലമെന്റ്സ്. ഒരു സ്കൂളിൽ ടെസ്റ്റ് ആൻഡ് എക്സാമിനേഷൻ കണ്ടക്ട് ചെയ്യേണ്ടതും ആ സ്കൂളിന്റെ ഓവറോൾ ഡിസിപ്ലിൻ എൻഷുർ ചെയ്യേണ്ടതും അവിടെയുള്ള ഹ്യൂമൻ മെറ്റീരിയൽസിനെയും നോൺ ഹ്യൂമൻ മെറ്റീരിയൽസിനെയും ഡീൽ ചെയ്യേണ്ടതും കൺട്രോൾ ചെയ്യേണ്ടതും എല്ലാം ആരുടെ റോളാണ്, അഡ്മിനിസ്ട്രേഷന്റെ റോളാണ് അല്ലെ. എന്താ ഹ്യൂമൻ എലമെന്റ്സ് എന്ന് പറഞ്ഞാൽ അവിടെയുള്ള സ്റ്റുഡൻസ്, ടീച്ചേഴ്സ്, പാരന്റ്സ്, പിന്നെ ബാക്കി അഡ്മിനിസ്ട്രേറ്റീവ് സ്റ്റാഫ്സ്, ഇവരൊക്കെയാണ് നമ്മൾ ഹ്യൂമൻ എലമെന്റ്സ് എന്ന് പറയാം. അതുപോലെ തന്നെ മെറ്റീരിയൽ എലമെന്റ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, ആ സ്കൂൾ റൺ ചെയ്ത് പോകാൻ ആവശ്യമായിട്ടുള്ള ഫണ്ട്, ആ സ്കൂൾ ബിൽഡിങ്സ്, പ്ലേ ഗ്രൗണ്ട്സ്, എക്യുപ്മെന്റ്സ്, ഈ കാര്യങ്ങളെല്ലാമാണ് മെറ്റീരിയൽ റിസോഴ്സ് എന്ന് പറയുമ്പോൾ വരുന്നത്. സോ സ്കൂൾ അഡ്മിനിസ്ട്രേഷൻ ആണ് ഈ കാര്യങ്ങളെല്ലാം ഡീൽ ചെയ്യുന്നത്. ഇനി വാട്ട് ഇസ് ദ നേച്ചർ ഓഫ് ദ സ്കൂൾ അഡ്മിനിസ്ട്രേഷൻ, അല്ലെ ഒരു സ്കൂൾ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുമ്പോൾ എങ്ങനെയുള്ളതായിരിക്കണം എന്നുള്ളതാണ് നോക്കുന്നത്. ദേ ഹാവ് സ്പെസിഫിക് എഡ്യൂക്കേഷണൽ ഒബ്ജക്റ്റീവ്. നമുക്കറിയാം ഒരു അഡ്മിനിസ്ട്രേഷൻ അങ്ങനെ വെറുതെ റൺ ചെയ്ത് പോകുന്ന ഒരു സിസ്റ്റം അല്ല അല്ലെ. അവർക്ക് വളരെ വ്യക്തമായിട്ടുള്ള ഒരു ഒബ്ജക്റ്റീവ് ഉണ്ടായിരിക്കും, ടാർഗറ്റ് ഉണ്ടായിരിക്കും. ബ്രിങ്സ് ഓൾ ദ കമ്പോണൻസ് ഓഫ് ദ എഡ്യൂക്കേഷണൽ പ്രോഗ്രാം into harmonious and fruitful relationship. നമ്മളെ എഡ്യൂക്കേഷണൽ നമ്മൾ ഈ ഒരു സ്കൂളിലുള്ള എല്ലാ കാര്യങ്ങളെയും എല്ലാ കമ്പോണൻസിനെയും നമ്മൾ പറഞ്ഞു, ഹ്യൂമൻ എലമെന്റ്സ് ഉണ്ടായിരിക്കും, മെറ്റീരിയൽ എലമെന്റ്സ് ഉണ്ടായിരിക്കും എന്ന് പറഞ്ഞു അല്ലെ. സോ ഈ പറഞ്ഞ കാര്യങ്ങളെ എല്ലാം ഒരു ഇന്റഗ്രേറ്റ് ചെയ്തുകൊണ്ട് ഇവരെല്ലാം ഒരുമിച്ച് നിർത്തിക്കൊണ്ട് ഒരു ഫ്രൂട്ട്ഫുൾ റിലേഷൻഷിപ്പ് ഉണ്ടാക്കേണ്ടത് ആരുടെ കടമയാണ്, ഒരു സ്കൂൾ അഡ്മിനിസ്ട്രേഷന്റെ കടമയാണ്. അഡോപ്റ്റ്സ് പ്രോസസ് ഓഫ് ഡിസിഷൻ മേക്കിംഗ്,
ഫോർകാസ്റ്റിംഗ്, പ്ലാനിംഗ്, ഓർഗനൈസിംഗ്, ഡയറക്റ്റിംഗ്, കൺട്രോളിംഗ്, കോർഡിനേറ്റിംഗ്, ഇവാലുവേറ്റിംഗ്, റെക്കോർഡിംഗ് ആൻഡ് റിപ്പോർട്ടിംഗ്. ഈ പ്രോസസ്സിലൂടെ എല്ലാം കടന്നു പോകുന്നത് ആരാണ്? അഡ്മിനിസ്ട്രേഷൻ ആണ് അല്ലെ. ഡിസിഷൻ മേക്ക് ചെയ്യേണ്ടതും അത് ഫോർകാസ്റ്റ് ചെയ്യേണ്ടതും സ്കൂളിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ പ്ലാൻ ചെയ്യുന്നതും ഓർഗനൈസ് ചെയ്യുന്നതും അതിന് ഡയറക്റ്റ് ചെയ്യുന്നതും കൺട്രോൾ ചെയ്യുന്നതും കോർഡിനേറ്റ് ചെയ്യുന്നതും ഫൈനലി ഇതെല്ലാം നടക്കുന്നുണ്ടോ എന്നുള്ളത് ഇവാലുവേറ്റ് ചെയ്യുന്നതും ഇതിനെല്ലാം റെക്കോർഡ് ചെയ്യുന്നതും വീണ്ടും റിപ്പോർട്ട് ചെയ്യുന്നതും എല്ലാം ഇതൊക്കെ ഈ ഒരു ത്രൂ ഔട്ട് ഓൾ ദീസ് പ്രോസസ് ആര് കൈകാര്യം ചെയ്യുന്നതാണ്? സ്കൂൾ അഡ്മിനിസ്ട്രേഷൻ കൈകാര്യം ചെയ്യുന്നതാണ്. A good administration will be flexible, democratic and consider opinions. ഒരു നല്ല അഡ്മിനിസ്ട്രേഷൻ എപ്പോഴും ഫ്ലെക്സിബിൾ ആയിരിക്കും അല്ലെ, റിജിഡ് ആയിരിക്കില്ല. നമുക്ക് ത്രൂ ഔട്ട് ആ ഒരു ഇയർ റിജിഡ് ആയിട്ട് ഇങ്ങനെ പ്ലാൻ ചെയ്ത് പോകാനൊന്നും കഴിയില്ല അല്ലെ. സോ ഇൻ ബിറ്റ്വീൻ വരുന്ന സിറ്റുവേഷൻ അനുസരിച്ചിട്ട് പല കാര്യങ്ങളും നമ്മൾ മാറ്റം വരുത്തേണ്ടി വരും, പല കാര്യങ്ങളിലും ചേഞ്ചസ് കൊണ്ടുവരേണ്ടി വരും. സോ ഒരു ഗുഡ് അഡ്മിനിസ്ട്രേഷൻ എപ്പോഴും ഫ്ലെക്സിബിൾ ആവണം, മാറ്റങ്ങൾ സ്വീകരിക്കുന്നവരായിരിക്കണം, ഡെമോക്രാറ്റിക് ആയിരിക്കണം. നമ്മൾ പറഞ്ഞു അല്ലെ, ഡെമോക്രാറ്റിക് എന്ന് പറഞ്ഞാൽ എന്താ? മറ്റുള്ളവരുടെ ഒപ്പീനിയൻസിനെ കൺസിഡർ ചെയ്യുന്നതും അതിനെ റെസ്പെക്ട് ചെയ്യുന്നതുമാണ് ഡെമോക്രാറ്റിക് എന്ന് പറഞ്ഞാൽ. സോ ഒരു നല്ല അഡ്മിനിസ്ട്രേഷൻ ഒരിക്കലും ഓട്ടോക്രാറ്റിക് ആവാൻ പാടില്ല, ഡെമോക്രാറ്റിക് ആയിരിക്കണം, മറ്റുള്ളവരുടെ ഒപ്പീനിയൻസിനെ കൺസിഡർ ചെയ്യുന്നതും റെസ്പെക്ട് ചെയ്യുന്നതും ആയിരിക്കണം. ഓക്കെ, നെക്സ്റ്റ്, വാട്ട് ആർ ദ എയിംസ് ആൻഡ് ഒബ്ജക്റ്റീവ്സ് ഓഫ് സ്കൂൾ അഡ്മിനിസ്ട്രേഷൻ? നമുക്കറിയാം അഡ്മിനിസ്ട്രേഷൻ ഒരുപാട് ടാർഗറ്റ് ഉണ്ടായിരിക്കും, ഒരുപാട് ഗോൾസ് ഉണ്ടായിരിക്കും. എന്തൊക്കെയാണ് സ്കൂൾ അഡ്മിനിസ്ട്രേഷന്റെ ഗോൾസ് ആൻഡ് ടാർഗറ്റ്സ് എന്നാണ് ഇനി നോക്കാൻ പോകുന്നത്. ഇംപ്ലിമെന്റ് ദ സ്കൂൾ കരിക്കുലം സെറ്റ് ഫോർ ഡിഫറെന്റ് ക്ലാസ്സസ് ഇൻ പ്രൈമറി സെക്കൻഡറി എഡ്യൂക്കേഷൻ. ഒരു സ്കൂൾ ആവുമ്പോൾ നമുക്കറിയാം പല കാറ്റഗറിയിലുള്ള എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യുന്നതാണ് അല്ലെ. പ്രൈമറി എഡ്യൂക്കേഷൻ ഉണ്ടായിരിക്കും, സെക്കൻഡറി എഡ്യൂക്കേഷൻ ഉണ്ടായിരിക്കും. സോ ഈ പറഞ്ഞ എല്ലാ ക്ലാസ്സസിനും വേണ്ടിയിട്ടുള്ള കരിക്കുലം ഇംപ്ലിമെന്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ സെറ്റ് ചെയ്യുന്നത് ആരാണ്? അഡ്മിനിസ്ട്രേഷൻ ആണ്. അപ്പോയിന്റ് ടീച്ചേഴ്സ്, വാച്ച് ദെയർ പെർഫോമൻസ് ആൻഡ് ടേക്ക് കറക്റ്റീവ് മെഷേഴ്സ്. നമ്മുടെ കുട്ടികൾക്ക് നോളേജ് പ്രൊവൈഡ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ടീച്ചേഴ്സിനെ അപ്പോയിന്റ് ചെയ്യുന്നതും ഇവരുടെ സ്റ്റാഫ് പെർഫോമൻസ് എത്രത്തോളം ഉണ്ടെന്നുള്ളത് വാച്ച് ചെയ്യുന്നതും ഇനി എന്തെങ്കിലും ഒരു ഫീഡ്ബാക്ക് പ്രൊവൈഡ് ചെയ്യണമെങ്കിൽ അതിനാവശ്യമായിട്ടുള്ള കറക്റ്റീവ് മെഷേഴ്സ് എല്ലാം എടുക്കുന്നതും എന്താണ്? സ്കൂൾ അഡ്മിനിസ്ട്രേഷൻ ആണ്. മെയിൻറ്റെയിൻ കോർഡിയൽ റിലേഷൻഷിപ്പ് എമംഗ് സ്റ്റാഫ് മെമ്പേഴ്സ്. സ്റ്റാഫ് മെമ്പേഴ്സിന്റെ ഇടയിൽ ഒരു നല്ല റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാനുള്ള എല്ലാ കരുതലുകളും അല്ലെങ്കിൽ അതിനാവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും അറേഞ്ച് ചെയ്ത് കൊടുക്കേണ്ടത് ആരാണ്? സ്കൂൾ അഡ്മിനിസ്ട്രേഷൻ ആണ്. എൻഷുർ അക്കാഡമിക് ഫ്രീഡം ഫോർ ടീച്ചേഴ്സ്. ടീച്ചേഴ്സിന് ഒരു അക്കാഡമിക് ഫ്രീഡം ഉണ്ടായിരിക്കണം അല്ലെ. എല്ലാ കാര്യങ്ങളിലും അഡ്മിനിസ്ട്രേഷൻ കയറി കൈ കടത്തി അത് ചെയ്യരുത്, ഇങ്ങനെ ചെയ്താൽ മതി, അങ്ങനെ പോണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ടീച്ചേഴ്സിന് ഒരു തരത്തിലും ഫ്രീ ആയിട്ട് അവർക്ക് വർക്ക് ചെയ്യാൻ സാധിക്കില്ല. സോ ടീച്ചേഴ്സിന് ഒരു ഫ്രീഡം എൻഷുർ ചെയ്യേണ്ടത് അഡ്മിനിസ്ട്രേഷന്റെ ടാർഗറ്റ് അല്ലെങ്കിൽ ഗോൾ ആണ്. കണ്ടക്ട് പീരിയോഡിക്കൽ ഇവാലുവേഷൻ ഓഫ് സ്റ്റുഡൻസ് പെർഫോമൻസ്. ഓരോ ബാച്ച് 10ാം ക്ലാസ് കഴിഞ്ഞു പോകുമ്പോഴും അല്ലെങ്കിൽ ഏതൊരു സ്റ്റാൻഡേർഡ് കഴിഞ്ഞു പോകുമ്പോഴും ആ കുട്ടികളുടെ പെർഫോമൻസിനെ ഇവാലുവേറ്റ് ചെയ്യുക ആരാണ്? അഡ്മിനിസ്ട്രേഷൻ ആണ് അല്ലെ. ആ ഒരു ഇവാലുവേഷനിലൂടെയാണ് നമ്മുടെ കുട്ടികൾക്ക് നന്നായിട്ട് പെർഫോം ചെയ്യാൻ സാധിച്ചിട്ടുണ്ടോ, നമുക്ക് നമ്മുടെ 100% കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ, ടീച്ചേഴ്സിന്റെ പെർഫോമൻസിനെ എല്ലാം വിലയിരുത്തുന്നത് ഈ ഒരു ഇവാലുവേഷനിലൂടെയാണ്. പ്ലാൻ ഫോർ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഡെവലപ്മെന്റ്. നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷന്റെ എല്ലാ തരത്തിലുള്ള ഗ്രോത്തിനും ഡെവലപ്മെന്റിനും ആവശ്യമായിട്ടുള്ള പ്ലാനുകൾ കൊണ്ടുവരുന്നത് ആരാണ്? അഡ്മിനിസ്ട്രേഷൻ ആണ്. മെയിൻറ്റെയിൻ ഡിസിപ്ലിൻ എമംഗ് സ്റ്റുഡന്റ് ആൻഡ് സ്റ്റാഫ്. ടേക്ക് എഫേർട്സ് ടു അച്ചീവ് ഹയർ അക്കാഡമിക്, കൾച്ചറൽ, സ്പോർട്സ് പെർഫോമൻസ് കൺസിസ്റ്റന്റ്ലി. കൺസിസ്റ്റന്റ് ആയിട്ട് അക്കാഡമിക് പെർഫോമൻസ് കൊണ്ടുവരാൻ സാധിക്കണം അല്ലെ. ഒരു സ്കൂൾ ആവുമ്പോൾ ഒരു ബാച്ചിന് 100% റിസൾട്ട് ഉണ്ടായിരുന്നു, തൊട്ടടുത്ത ബാച്ചിൽ 50% മാത്രമേ റിസൾട്ട് ഉണ്ടായിട്ടുള്ളെങ്കിൽ അത് കൺസിസ്റ്റന്റ് ആണോ ആ ഒരു സ്കൂള്? അല്ല. അപ്പൊ ഒരു സ്കൂള് എത്രത്തോളം എഫിഷ്യന്റ് ആണ് എന്നുള്ളത് അവരുടെ കൺസിസ്റ്റൻസിനനുസരിച്ചിട്ടിരിക്കും. സോ അക്കാഡമിക് കൺസിസ്റ്റൻസി, കൾച്ചറൽ, അതുപോലെ തന്നെ സ്പോർട്സ് പെർഫോമൻസിൽ എല്ലാം ഒരു കൺസിസ്റ്റൻസി കൊണ്ടുവരിക എന്നുള്ളതാണ് സ്കൂൾ അഡ്മിനിസ്ട്രേഷന്റെ മറ്റൊരു ടാർഗറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി വാട്ട് ആർ ദ സ്കോപ്പ് ഓഫ് സ്കൂൾ അഡ്മിനിസ്ട്രേഷൻ? സ്കൂൾ അഡ്മിനിസ്ട്രേഷൻ ഇനിയും നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങൾക്കൊക്കെ പുറമെ വേറെ എന്തൊക്കെ കാര്യങ്ങളാണ് ഇവർ പ്രൊവൈഡ് ചെയ്യുന്നത്? സെലക്ടിങ് ആൻഡ് അപ്പോയിന്റിങ് ക്വാളിഫൈഡ് ആൻഡ് കോമ്പീറ്റന്റ് ടീച്ചിങ് ആൻഡ് നോൺ ടീച്ചിങ് സ്റ്റാഫ്. നമ്മൾ ഓൾറെഡി പറഞ്ഞു അല്ലെ, സ്റ്റാഫ്സിനെ ഹയർ ചെയ്യുന്നത് അഡ്മിനിസ്ട്രേഷൻ ആണ്. ഈ നമ്മുടെ കുട്ടികൾക്ക് ആവശ്യമായിട്ടുള്ള ബിൽഡിങ്സ്, സ്കൂളിന് ആവശ്യമായിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചർ, പ്ലേ ഗ്രൗണ്ട്സ്, ഗാർഡൻ, പിന്നെ ലൈബ്രറി കൊണ്ടുവരാം, നല്ല ലബോറട്ടറി കൊണ്ടുവരാം,
കൊണ്ടുവരാ, ലബോറട്ടറി കൊണ്ടുവന്നാൽ മാത്രം പോരാ, അപ്പൊ അതിനുവേണ്ട മെറ്റീരിയൽസ് പ്രൊവൈഡ് ചെയ്യുക, സ്റ്റേഷനറീസ് പ്രൊവൈഡ് ചെയ്യുക, ലൈബ്രറിക്ക് ആവശ്യമായിട്ടുള്ള ബുക്സ് പ്രൊവൈഡ് ചെയ്യുക, ഓഫീസിലേക്ക് ആവശ്യമായിട്ടുള്ള എക്യുപ്മെന്റ്സ് പ്രൊവൈഡ് ചെയ്യുക, ഇതെല്ലാം അഡ്മിനിസ്ട്രേഷൻ ചെയ്തു കൊടുക്കേണ്ടതാണ്. ഇനി അവിടെ ഹോസ്റ്റൽ സൗകര്യം ഉണ്ടെങ്കിൽ ഹോസ്റ്റൽ ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്യുക ആവശ്യമായിട്ടുള്ള കുട്ടികൾക്ക്. ഇനിയിപ്പോ സ്റ്റാഫ് ക്വാർട്ടേഴ്സിന്റെ കൺസ്ട്രക്ഷൻ, ഇനി ആവശ്യമായിട്ടുള്ള കുട്ടികൾക്ക് നൂൺ മീൽസ് അല്ലെ, ഉച്ചഭക്ഷണം പ്രൊവൈഡ് ചെയ്യുക, പ്രൊവൈഡിങ് ഫെസിലിറ്റീസ് ഫോർ ട്രാൻസ്പോർട്ട്, ക്യാൻറ്റീൻ ഫെസിലിറ്റി, ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റി, ക്യാൻറ്റീൻ ഫെസിലിറ്റി, ഇങ്ങനെ തുടങ്ങിയ ഒരു സ്കൂളിന്റെ എല്ലാ കാര്യങ്ങളും ഹാൻഡിൽ ചെയ്യാൻ ഓക്കെ. സോറി, എന്റെ വൈഫൈ അവിടെ ഒന്ന് കട്ട് ആയിട്ടുണ്ട്. നോക്കാം, മൊബൈൽ ഡാറ്റ ആണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. അപ്പൊ നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം പ്രൊവൈഡ് ചെയ്യേണ്ടത് ആരാണ്? സ്കൂൾ അഡ്മിനിസ്ട്രേഷൻ ആണ്. ഓക്കെ. ഇനി ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്രിൻസിപ്പിൾസ് ഓഫ് സ്കൂൾ അഡ്മിനിസ്ട്രേഷൻ. ഒരു സ്കൂൾ അഡ്മിനിസ്ട്രേഷൻ പ്രധാനമായിട്ടും ഫോക്കസ് ചെയ്യുന്ന പ്രിൻസിപ്പിൾസ് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം കേട്ടോ. ഫസ്റ്റ് വൺ ഇസ് പ്രിൻസിപ്പിൾ ഓഫ് ഷെയറിംഗ് റെസ്പോൺസിബിലിറ്റി. എല്ലാ കാര്യങ്ങളും എന്താ പറയാ ഷെയർ ചെയ്യുക, അത് അഡ്മിനിസ്ട്രേഷന്റെ ഒരു റോളാണ് അല്ലെ. ഇനി ഇതിനെ കുറിച്ചിട്ട് ജോൺ ഡ്യൂയി കൊണ്ടുവന്നിട്ടുള്ള ഒരു പ്രിൻസിപ്പിൾ ആണ് കേട്ടോ ഇത്. പ്രിൻസിപ്പിൾ ഓഫ് ഷെയറിംഗ് റെസ്പോൺസിബിലിറ്റി എന്ന് പറഞ്ഞാല് ഹീസ് ആൻ അമേരിക്കൻ ഫിലോസഫർ, ഹാസ് ഡിഫൈൻഡ് ഡെമോക്രസി ആസ് ഷെയറിംഗ് ഓഫ് എക്സ്പീരിയൻസ്. ഈ ജോൺ ഡ്യൂയി ഒരു അമേരിക്കൻ ഫിലോസഫർ ആണ്. നമ്മൾ എത്രത്തോളം നമ്മുടെ ഷെയറിങ്ങിന്റെ ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ നമ്മുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുന്നതിന്റെ ഒക്കെ ഇമ്പോർട്ടൻസ് കൊണ്ടുവന്നിട്ടുള്ള ഒരാളാണ് ജോൺ ഡ്യൂയി എന്ന് പറയുന്ന ഫിലോസഫർ. എ ഡെമോക്രാറ്റിക് ഹെഡ് ഷെയർസ് ഹിസ് റെസ്പോൺസിബിലിറ്റീസ് വിത്ത് അതേഴ്സ്. ഒരു നല്ലൊരു ഡെമോക്രാറ്റിക് ലീഡർ ആണെന്നുണ്ടെങ്കിൽ അയാൾ എപ്പോഴും മറ്റുള്ളവർക്ക് റെസ്പോൺസിബിലിറ്റീസ് കൊടുക്കുന്ന ആളുകളായിരിക്കും അല്ലെ. ഇറ്റ് ഇനേബിൾസ് ദ ലീഡേഴ്സ് ആൻഡ് ദ ഫോളോവേഴ്സ് ടു ഹാവ് എ ഗുഡ് മെന്റൽ ഹെൽത്ത്. നമുക്ക് റെസ്പോൺസിബിലിറ്റീസ് പ്രോപ്പർ ആയിട്ട് ഷെയർ ചെയ്ത് കൊടുക്കാൻ കഴിഞ്ഞാൽ മാത്രമേ അവിടെ നല്ല ഒരു റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ലീഡേഴ്സും ഫോളോവേഴ്സും തമ്മിൽ നല്ലൊരു ഗുഡ് മെന്റൽ ഹെൽത്ത് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുള്ളൂ. സോ അഡ്മിനിസ്ട്രേഷൻ ഫോളോ ചെയ്യുന്ന ഒരു പ്രിൻസിപ്പിൾ ആണ് ഷെയറിംഗ് റെസ്പോൺസിബിലിറ്റി എന്ന് പറഞ്ഞാൽ. നെക്സ്റ്റ് വൺ ഇസ് പ്രിൻസിപ്പിൾ ഓഫ് ഇക്വാലിറ്റി. ഡെമോക്രസി ഡിമാൻഡ്സ് ഇക്വാലിറ്റി ഓഫ് ഓപ്പർച്യൂണിറ്റി ടു ഓൾ. എല്ലാവർക്കും ഈക്വൽ ഓപ്പർച്യൂണിറ്റി പ്രൊവൈഡ് ചെയ്യണം അല്ലെ. അതല്ലേ ഒരു ഡെമോക്രസി ചെയ്യേണ്ടത്. സ്കൂളും അത് തന്നെയാണ് ചെയ്യേണ്ടത്. ഓൾ ആർ ഈക്വൽസ് ഇൻ ദ ഐസ് ഓഫ് എ കോമൺ മാൻ. ഒരു കോമൺ മാന്റെ കണ്ണിലൂടെ നോക്കുന്നത് പോലെ നോക്കുമ്പോ എന്തായിരിക്കണം? എല്ലാ ആളുകളും ഒരുപോലെ ആയിരിക്കണം, ഈക്വൽ ആയിരിക്കണം അല്ലെ. ഈക്വൽ ആയിട്ട് നമുക്ക് എല്ലാവരെയും കൺസിഡർ ചെയ്യാൻ സാധിക്കണം. നെക്സ്റ്റ് is principle of freedom. In the principle of freedom, one of the unique principle of democracy, democratic head gives full freedom to staff so that they may work according to their will. ഇനി ഇതെന്താണ്? നമുക്കൊരു ഫ്രീഡം, നമ്മുടെ വർക്കേഴ്സിന് അവര് 100% ഫ്രീ ആയിട്ട് വർക്ക് ചെയ്യാനുള്ള ഒരു ചാൻസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യണ്ടേ. നമ്മുടെ ഡെമോക്രസിയും അത് തന്നെയാണ് പറയുന്നത്. അങ്ങനെയാവുമ്പോ എന്താ, അവർക്ക് അവരുടെ ഫുൾ വില്ലിങ്നെസ്സോടുകൂടെ വർക്ക് ചെയ്യാൻ സാധിക്കും അല്ലെ. ഇതിനെയാണ് പ്രിൻസിപ്പിൾ ഓഫ് ഫ്രീഡം എന്ന് പറയുന്നത്. വൺ സെക്കൻഡ്. ഇനി വരുന്നതാണ് പ്രിൻസിപ്പിൾ ഓഫ് കോപ്പറേഷൻ. ഒരു മിനിറ്റ്, ഞാൻ എന്റെ വൈഫൈ ഒന്ന് മാറ്റി കൊടുക്കാൻ പോവാണ് കേട്ടോ. ഓക്കെ. നെക്സ്റ്റ് ഇസ് പ്രിൻസിപ്പിൾ ഓഫ് കോപ്പറേഷൻ. പ്രിൻസിപ്പിൾ ഓഫ് പ്രിൻസിപ്പിൾ ഓഫ് കോപ്പറേഷൻ ആണ് നെക്സ്റ്റ് സ്കൂൾ അഡ്മിനിസ്ട്രേഷൻ ഫോളോ ചെയ്യുന്ന പ്രിൻസിപ്പിൾ. റണ്ണിങ് ഓഫ് സ്കൂൾ ഇസ് നോട്ട് വൺ മാൻസ് ജോബ്. ഒരു സ്കൂൾ റൺ ചെയ്ത് കൊണ്ടുപോവാന്ന് പറയുന്നത് ഒരു വൺ മാൻ ജോബ് ആണോ? അല്ല, ഒരിക്കലും അല്ല അല്ലെ. അവിടെ കോപ്പറേഷനും കമ്മ്യൂണിക്കേഷനും
ഒരു സ്കൂൾ റൺ ചെയ്ത് കൊണ്ടുപോകുക എന്ന് പറയുന്ന ഒരിക്കലും ഒരു വൺ മാൻ ഷോ അല്ല. അത് ഒരുപാട് ക്രൈറ്റീരിയാസ് ഒരുമിച്ച് വർക്ക് ചെയ്യുമ്പോഴാണ് ഒരു നല്ല രീതിയിൽ സ്കൂളിൽ റൺ ചെയ്ത് പോകാൻ സാധിക്കുക അല്ലെ. സോ ഇറ്റ് നീഡ്സ് കോമ്പിനേഷൻ ഓഫ് മെനി ഹെഡ്സ് ആൻഡ് ഹാൻഡ്സ്. ഒരുപാട് ഹെഡ്സും ഒരുപാട് ഹാൻഡ്സും ഒരുമിച്ച് കമ്പൈൻ ചെയ്ത് വർക്ക് ചെയ്യുമ്പോഴാണ് ഒരു സ്കൂൾ എപ്പോഴും എഫിഷ്യന്റ് ആയിട്ട് റൺ ചെയ്യുക. എവറി മെമ്പർ ഷുഡ് ഫുള്ളി കോപ്പറേറ്റ് വിത്ത് ദെയർ കൊളീഗ്സ്. എല്ലാ മെമ്പേഴ്സും എന്താണ് ഒരു ഈക്വൽ ഒരു എന്താ പറയാ അവർ തമ്മിലൊരു സമന്വയം വേണം, അല്ലെങ്കിൽ അവർ കൊളീഗ്സുമായിട്ട് ഒരു ഫുൾ കോപ്പറേഷനിൽ വർക്ക് ചെയ്യാൻ സാധിക്കണം അല്ലെ. നെക്സ്റ്റ് അഡ്മിനിസ്ട്രേഷൻ ഫോളോ ചെയ്യുന്നതാണ് പ്രിൻസിപ്പിൾ ഓഫ് ജസ്റ്റിസ്. എല്ലാവർക്കും ഒരു ഹെഡ് മാസ്റ്റർ എന്ന് പറയുമ്പോൾ എന്താണ്, എല്ലാവരെയും ഈക്വൽ ആയിട്ട് കാണുന്നതും ജസ്റ്റിസ് പ്രൊവൈഡ് ചെയ്യുന്ന ആളുകളായി ഹെഡ് മാസ്റ്റർ ആയിരിക്കണം അല്ലെ. ഓൾ ഷുഡ് ബി ട്രീറ്റഡ് എലൈക്ക് ആൻഡ് ഗെറ്റ് ഡ്യൂ ഇമ്പോർട്ടൻസ്. എല്ലാവരെയും ഒരുപോലെ കാണാനും എല്ലാവർക്കും ഒരുപോലെ ഇമ്പോർട്ടൻസ് പ്രൊവൈഡ് ചെയ്യാനും ഒരു സ്കൂൾ ലീഡർക്ക് സാധിക്കണം. Next is principle of recognition of individual worth. The head shows equality to all. നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഒരു ഹെഡ് മാസ്റ്റർ എല്ലാവരെയും ഒരുപോലെ കാണാനും സ്വീകരിക്കാനും കഴിയുന്ന ആളായിരിക്കണം. ഒരു നല്ല ഒരു പ്രിൻസിപ്പിൾ എന്ന് പറയുമ്പോൾ നമ്മൾ ഇൻഡിവിജ്വൽ ആയിട്ട് ഓരോരുത്തർക്കും ഓരോരോ കഴിവുകളായിരിക്കും ഉണ്ടാവുക അല്ലെ. സോ ഇൻഡിവിജ്വൽ വർത്തിനെ കൺസിഡർ ചെയ്യാനും അത് റെക്കഗ്നൈസും ചെയ്യുന്ന ഒരു ഹെഡ് ആയിരിക്കണം സ്കൂളിന് ഉണ്ടായിരിക്കേണ്ടത്. ഹി കംസ് ക്ലോസർ ടു ഹിസ് ഫോളോവേഴ്സ് ആൻഡ് ട്രൈസ് ടു അണ്ടർസ്റ്റാൻഡ് ദെയർ കേപ്പബിലിറ്റി. നമ്മുടെ ഫോളോവേഴ്സിന് എന്തൊക്കെ കേപ്പബിലിറ്റീസ് ഉണ്ട്, അവർക്ക് എന്തൊക്കെ എബിലിറ്റീസ് ഉണ്ട് എന്നുള്ളത് വളരെ ക്ലോസർ ആയിട്ട് വന്ന് മനസ്സിലാക്കാനും അതിനെ പ്രൊമോട്ട് ചെയ്യാനും കഴിയുന്ന ആളായിരിക്കണം ഒരു അഡ്മിനിസ്ട്രേഷനും അതുപോലെ തന്നെ ആ ഒരു സ്കൂളിലെ ഹെഡും. Quality or merit of each individual is well recognized by him. നമ്മുടെ സബോർഡിനേറ്റ്സിന്റെ ക്വാളിറ്റി എന്താണ്, ഇവർക്ക് എന്തൊക്കെ മെറിറ്റ്സ് ഉണ്ട്, ഇതെല്ലാം റെക്കഗ്നൈസ് ചെയ്യാനും ഓരോരുത്തരെ റെക്കഗ്നൈസ് ചെയ്യുമ്പോൾ തന്നെ അവർക്കത് വളരെ ഒരു റെക്കഗ്നിഷൻ ആണ് അല്ലെ, ഒരു അംഗീകാരം അല്ലേ നമ്മളെ റെക്കഗ്നൈസ് ചെയ്യുക എന്നുള്ളത്. സോ ഒരു അഡ്മിനിസ്ട്രേഷനും അതുപോലെ തന്നെ ഒരു ഹെഡും ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ഒരു കാര്യമാണ് ഇൻഡിവിജ്വൽസിനെ കൺസിഡർ ചെയ്യുക, ഇവരുടെ ക്വാളിറ്റീനെ മനസ്സിലാക്കുക എന്നുള്ളത്. നെക്സ്റ്റ് is principle of professional growth. Success of an administrator depends to a large extent on the efficiency of his colleagues and subordinates. ഇനി ഒരു അഡ്മിനിസ്ട്രേഷൻ അല്ലെങ്കിൽ എന്താ പറയാ ആ ഒരു സ്കൂള് ഏറ്റവും ഒരു സക്സസ്ഫുൾ ആണ് എന്നുള്ളത് നമുക്ക് പറയാൻ സാധിക്കുക എപ്പോഴാണ്, നമ്മുടെ കൊളീഗ്സിനെയും നമ്മുടെ സബോർഡിനേറ്റ്സിന്റെ ഒക്കെ അവരെത്രത്തോളം എഫിഷ്യന്റ് ആണ് എന്നുള്ളതിനനുസരിച്ചിട്ടാണ് അല്ലെ. നല്ല എഫിഷ്യന്റ് ആയിട്ടുള്ള കൊളീഗ്സും സബോർഡിനേറ്റ്സ് ഉണ്ടെങ്കിൽ മാത്രമല്ലേ സ്കൂളിന് ഒരു ഡെവലപ്മെന്റ് ഉള്ളൂ. സ്കൂളിന് ഗ്രോത്ത് ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ അഡ്മിനിസ്ട്രേഷൻ സക്സസ് ആണെന്ന് നമുക്ക് പറയാൻ സാധിക്കുള്ളൂ. സോ ഹി ഷുഡ് ബി സിൻസിയർലി ഇൻട്രസ്റ്റഡ് ഇൻ ദ പ്രൊഫഷണൽ ഗ്രോത്ത് ഓഫ് ഹിസ് സ്റ്റാഫ്. അപ്പൊ ഒരു നല്ല അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുമ്പോൾ എന്താണ്, നമ്മുടെ സ്റ്റാഫിന്റെ പ്രൊഫഷണൽ ഗ്രോത്തിനെ ആഗ്രഹിക്കുന്നതും അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നതും ആയിരിക്കണം ഒരു നല്ല അഡ്മിനിസ്ട്രേഷൻ. എങ്കിൽ മാത്രമേ സ്കൂളിന് ഗ്രോത്ത് ഉള്ളൂ. സ്കൂളിൽ ഗ്രോത്ത് ഉണ്ടെങ്കിൽ മാത്രമേ അഡ്മിനിസ്ട്രേഷൻ അവിടെ സക്സസ് ആവുകയുള്ളൂ. നെക്സ്റ്റ് is പ്രിൻസിപ്പിൾ ഓഫ് ഫ്ലെക്സിബിലിറ്റി. നമ്മൾ ഓൾറെഡി പറഞ്ഞു അല്ലെ, ഒരു നല്ല അഡ്മിനിസ്ട്രേഷൻ ഫ്ലെക്സിബിൾ ആയിരിക്കണം എന്ന് പറഞ്ഞു. മാറ്റത്തിനനുസരിച്ചിട്ട് എന്താണ് പല ആവശ്യങ്ങൾക്കനുസരിച്ച് പല ചേഞ്ചുകളും കൊണ്ടുവരാൻ സാധിക്കേണ്ടതാണ് ഒരു അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞാൽ. നെക്സ്റ്റ്, അപ്പൊ ഇതോടുകൂടെ നമ്മൾ സ്കൂൾ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള കൺസെപ്റ്റ് അവിടെ അവസാനിക്കുകയാണ്. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നതാണ് ഇൻസ്റ്റിറ്റ്യൂഷണൽ പ്ലാനിങ്. എന്താണ് ഈ ഒരു കൺസെപ്റ്റ്, ഇതിനെ നമുക്ക് എങ്ങനെ ഡിഫൈൻ ചെയ്യാം എന്നുള്ളത് നോക്കാം. ഇറ്റ് ഈസ് എ മൈക്രോ ലെവൽ പ്ലാൻ. ഒരു ഇൻസ്റ്റിറ്റ്യൂഷണൽ പ്ലാനിങ് എന്ന് പറഞ്ഞാൽ എന്താ, താഴേ തട്ട് തൊട്ട് നമ്മൾ എടുക്കുന്ന ഒരു സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം എടുക്കുന്ന പ്ലാനുകളാണ് അല്ലെ ഇൻസ്റ്റിറ്റ്യൂഷണൽ പ്ലാനിങ് എന്ന് പറഞ്ഞാൽ. ഒരു മിനിറ്റ്. Okay, prepared by the head of the institution, teachers and parents. ഒരു ഇൻസ്റ്റിറ്റ്യൂഷന്റെ പ്ലാനിങ് നടത്തുന്ന ആളുകൾ ആരാണ്, ആ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിലെ ഹെഡും അവിടെയുള്ള ടീച്ചേഴ്സും പാരന്റ്സും എല്ലാവരും കൂടെ കൈകോർത്തുകൊണ്ടാണ് ഒരു ഇൻസ്റ്റിറ്റ്യൂഷണൽ പ്ലാനിങ് പ്രിപ്പയർ ചെയ്യുന്നത്. പ്ലാൻ ഷുഡ് മീറ്റ് ദ റിക്വയർമെന്റ്സ് ഓഫ് ദ ഇൻസ്റ്റിറ്റ്യൂഷൻ. നമ്മൾ വെറുതെ ഒരു പ്ലാൻ ഉണ്ടാക്കിയാൽ മതിയോ, നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷന്റെ എല്ലാ റിക്വയർമെന്റ്സിനെയും മീറ്റ് ചെയ്യുന്ന തരത്തിലൊരു ഇൻസ്റ്റിറ്റ്യൂഷണൽ പ്ലാനിങ് ആണ് ഇവര് പ്രിപ്പയർ ചെയ്യേണ്ടത്. യൂട്ടിലൈസ് ദ മാക്സിമം പോസിബിൾ റിസോഴ്സസ്. നമ്മളൊരു പ്ലാൻ ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്തൊക്കെ അവൈലബിൾ ആയിട്ടുള്ള മെറ്റീരിയൽസ് ഉണ്ട് എന്നുള്ളത് നമ്മൾ ആദ്യം കൺസിഡർ ചെയ്യേണ്ടേ. സോ അവൈലബിൾ ആയിട്ടുള്ള മെറ്റീരിയൽസിന് അല്ലെങ്കിൽ റിസോഴ്സസിനെ മാക്സിമം യൂട്ടിലൈസ് ചെയ്തുകൊണ്ടുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷണൽ പ്ലാനിങ് ആണ് ഇവര് പ്രിപ്പയർ ചെയ്യേണ്ടത്.
ഇനി ഇതിന്റെ ഡെഫിനിഷൻ എന്താന്ന് നോക്കിയാലോ. ഇറ്റ് ഈസ് എ പ്രോഗ്രാം ഓഫ് ഡെവലപ്മെന്റ് ആൻഡ് ഇംപ്രൂവ്മെന്റ് പ്രിപ്പയർഡ് ബൈ ആൻ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ. ഒരു എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ പ്രിപ്പയർ ചെയ്യുന്ന ഒരു പ്ലാൻ ആണ് ഇൻസ്റ്റിറ്റ്യൂഷണൽ പ്ലാൻ. എന്തിനു വേണ്ടിയിട്ടാണ് പ്രിപ്പയർ ചെയ്യുന്നത്? ആ ഇൻസ്റ്റിറ്റ്യൂഷന്റെ ഡെവലപ്മെന്റും അതുപോലെ തന്നെ ഇംപ്രൂവ്മെന്റിനും വേണ്ടിയിട്ടാണ് പ്ലാനിങ് ചെയ്യുന്നത്. On the basis of its felt needs and the resources available with a view to improve the school program and school practice. എന്തിന്റെ ബേസിസിലാണ്? ആ സ്കൂളിന് എന്തൊക്കെ ആവശ്യമുണ്ട് അല്ലെ, അവരുടെ നീഡ്സ് ബേസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഒരു പ്ലാനിങ് ഉണ്ടാക്കേണ്ടത്. അതുപോലെ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള റിസോഴ്സസിനെ മാക്സിമം യൂട്ടിലൈസ് ചെയ്തുകൊണ്ടാണ് ഒരു പ്ലാൻ ഉണ്ടാക്കേണ്ടത്. എന്തിനു വേണ്ടിയിട്ട്? ആ ഒരു സ്കൂൾ വളരെ നന്നായിട്ട് റൺ ചെയ്തു പോവാനും സ്കൂളിന്റെ ഇംപ്രൂവ്മെന്റിന് വേണ്ടിയിട്ടുമാണ് ഒരു സ്കൂൾ എഡ്യൂക്കേഷണൽ പ്ലാനിങ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഇങ്ങനെയാണ് ഇതിനെ ഡിഫൈൻ ചെയ്തിട്ടുള്ളത് കേട്ടോ. ഈ എഡ്യൂക്കേഷണൽ പ്ലാനിങ്ങിന്റെ ഇമ്പോർട്ടൻസ് എന്തൊക്കെയാന്നുള്ളത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്, പോയിന്റ് വൈസ് ആയിട്ട്. ഫസ്റ്റ് വൺ ഇസ് ഇംപ്രൂവ്സ് എഡ്യൂക്കേഷൻ. നല്ലൊരു പ്ലാനിങ് ഉണ്ടെങ്കിൽ നമുക്ക് ഒരു നല്ല ഗുഡ് ക്വാളിറ്റി എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യാൻ സാധിക്കില്ലേ? യെസ്. നെക്സ്റ്റ് ഇസ് ടീച്ചർ ഇൻവോൾവ്മെന്റ്. നമ്മുടെ സ്കൂളിന്റെ ഇംപ്രൂവ്മെന്റിന് വേണ്ടിയിട്ട് ഏറ്റവും നല്ല റോള് വഹിക്കുന്നത് ആരാണ്? ടീച്ചേഴ്സ് ആണ് അല്ലെ. സോ പ്ലാൻ ചെയ്യുന്നതിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു റോള് ടീച്ചേഴ്സിനും നൽകണം. നെക്സ്റ്റ് ഇസ് ബെറ്റർ യൂസ് ഓഫ് റിസോഴ്സസ്. അവൈലബിൾ ആയിട്ടുള്ള റിസോഴ്സസിനെ നമുക്ക് വളരെ ബെറ്റർ ആയിട്ട് യൂസ് ചെയ്യാൻ സാധിക്കണം. നെക്സ്റ്റ് ഇസ് സപ്പോർട്ട് സ്കൂൾ ഗ്രോത്ത്. Each school can work to improve its own situation and results. ഓരോ സ്കൂളും എന്തിനു വേണ്ടിയിട്ടാണ് വർക്ക് ചെയ്യുന്നത് അല്ലെ? അവരുടെ സിറ്റുവേഷൻസിന് അല്ലെങ്കിൽ സ്കൂളിന്റെ റിസൾട്ടിന് മുന്നിൽ കണ്ടുകൊണ്ടാണ് എല്ലാ സ്കൂളും വർക്ക് ചെയ്യുന്നതും അവര് പല സ്റ്റെപ്സ് എടുക്കുന്നതും. നെക്സ്റ്റ് ഇസ് ലോക്കൽ പാർട്ടിസിപ്പേഷൻ. ഒരു സ്കൂളിന്റെ പ്രോഗ്രസിന് അല്ലെങ്കിൽ പ്ലാനിങ്ങിന് നമ്മളൊരു ഒരു കരിക്കുലം പ്ലാൻ ചെയ്യുമ്പോൾ എല്ലാറ്റിലും എന്തിൻ്റെയൊക്കെ റോള് വേണം? ടീച്ചേഴ്സിന്റെ റോള് വേണം, സ്റ്റുഡൻസിന്റെ റോള് വേണം, ലോക്കൽ കമ്മ്യൂണിറ്റീനെയും എല്ലാം ഇൻവോൾവ് ചെയ്തുകൊണ്ട് വേണം സ്കൂളിന്റെ പല കാര്യങ്ങളും നമ്മൾ പ്ലാൻ ചെയ്യേണ്ടത്. നെക്സ്റ്റ് ഇസ് എൻകറേജസ് ന്യൂ ഐഡിയാസ്. ഇറ്റ് അലൗസ് സ്കൂൾസ് ടു ട്രൈ ഔട്ട് ന്യൂ ആൻഡ് ബെറ്റർ വേസ് ഓഫ് ടീച്ചിങ് ആൻഡ് ലേണിംഗ്. പുതിയ പുതിയ ഐഡിയാസ് കൊണ്ടുവരാൻ സ്കൂളിന് സാധിക്കണം അല്ലെ. ടെക്നോളജി മാറുന്നതിനനുസരിച്ചിട്ട് പുതിയ ടീച്ചിങ് മെത്തേഡ്സും പുതിയ ലേണിംഗ് മെത്തേഡ്സും എല്ലാം കൊണ്ടുവരാൻ ആരെ കൊണ്ട് സാധിക്കണം? സ്കൂളിനെ കൊണ്ട് സാധിക്കണം. ഇനി വാട്ട് ആർ ദ ഒബ്ജക്റ്റീവ്സ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷണൽ പ്ലാനിങ്? എന്തൊക്കെയാണ് ഇൻസ്റ്റിറ്റ്യൂഷണൽ പ്ലാനിങ്ങിന്റെ ഗോൾസ് ആൻഡ് ടാർഗറ്റ്സ് നോക്കിയാലോ. ഈ ഒരു ഒബ്ജക്റ്റീവിനെ ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ടുള്ളത് JP നായിക് എന്ന് പറഞ്ഞിട്ടുള്ള എക്സ്പേർട്ട് ആണ് കേട്ടോ. അപ്പൊ എന്തൊക്കെയാണ് ഇവരുടെ ടാർഗറ്റ്? ടു ഗീവ് ഫ്രീഡം ടു ടീച്ചേഴ്സ്. ടീച്ചേഴ്സിന് ഫ്രീഡം നൽകണം എന്നുള്ളതാണ് ഇവരുടെ മെയിൻ ടാർഗറ്റ്. നെക്സ്റ്റ് ടു മേക്ക് ഗുഡ് ടീച്ചേഴ്സ് ആസ് എഫക്റ്റീവ് ടീച്ചേഴ്സ്. നല്ല ടീച്ചേഴ്സിനെ കൊണ്ടുവരാൻ സാധിക്കണം അല്ലെ. നമ്മൾ ടീച്ചേഴ്സിനെ വെറുതെ ഹയർ ചെയ്താൽ മതിയോ? എഫക്റ്റീവ് ആയിട്ടുള്ള ടീച്ചേഴ്സിനെ, ക്വാളിറ്റി ഉള്ള ടീച്ചേഴ്സിനെ കൊണ്ടുവരാൻ സാധിക്കണം. അല്ലെങ്കിൽ ഉള്ളവരെ നമുക്ക് നല്ല എഫക്റ്റീവ് ടീച്ചേഴ്സ് ആക്കി മാറ്റാൻ സാധിക്കണം. ടു ഇൻവോൾവ് എവറി ടീച്ചേഴ്സ് ഇൻ ദ ഫോർമുലേഷൻ ആൻഡ് ഇംപ്ലിമെന്റേഷൻ ഓഫ് പ്ലാൻസ്. ഒരുപാട് തവണ പറഞ്ഞ കാര്യമാണ്. ഒരു പ്ലാൻ ഫോർമുലേറ്റ് ചെയ്യുമ്പോഴും അത് ഇംപ്ലിമെന്റ് ചെയ്യുമ്പോഴും ടീച്ചേഴ്സിനെ, എല്ലാ ടീച്ചേഴ്സിനെയും ഇൻവോൾവ് ചെയ്യാൻ സാധിക്കണം. To emphasize what can be done here and now rather than waiting for the impossible to happen. നമുക്ക് ഇപ്പൊ നിലവിൽ എന്ത് ചെയ്യാൻ സാധിക്കും എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് നമ്മൾ ബോധറാവേണ്ടത് അല്ലെ. ഇമ്പോസിബിൾ ആയിട്ടുള്ള, നമുക്ക് ഒരിക്കലും ചെയ്യാൻ കഴിയാത്ത കാര്യങ്ങൾ എങ്ങനെ നമ്മൾ കൊണ്ടുവരും എന്നുള്ളതിനെ കുറിച്ച് ആലോചിച്ച് ടെൻഷൻ അടിക്കാതെ നിലവിലുള്ളതിനെ കൊണ്ട് നമുക്ക് എന്തൊക്കെ ബെറ്റർ ആക്കാൻ സാധിക്കും, എങ്ങനെ ഇംപ്രൂവ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് എപ്പോഴും ഒരു സ്കൂള് ചിന്തിക്കേണ്ടത്. ഓക്കെ, നെക്സ്റ്റ് വാട്ട് ആർ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷണൽ പ്ലാനിങ്? ഇൻസ്റ്റിറ്റ്യൂഷണൽ പ്ലാനിങ്ങിന്റെ കുറച്ച് അഡീഷണൽ ഫീച്ചേഴ്സ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോവാണ്. ഇൻസ്റ്റിറ്റ്യൂഷണൽ പ്ലാൻ ഇസ് നീഡ് ബേസ്ഡ് ആൻഡ് നോട്ട് ഗ്രാൻഡ് ബേസ്ഡ്. നമ്മുടെ ആവശ്യം അനുസരിച്ചിട്ടാണ് നമ്മൾ ഒരു ഇൻസ്റ്റിറ്റ്യൂഷണൽ പ്ലാനിങ് ഉണ്ടാക്കേണ്ടത് അല്ലെ. അല്ലാതെ നമുക്ക് ലഭിക്കുന്ന ഗ്രാൻഡ് ബേസ്ഡ് അല്ല. അപ്പൊ നമുക്കറിയാം സ്കൂൾ ആകുമ്പോൾ ഒരുപാട് തരത്തിലുള്ള ഗ്രാൻഡ് ഗവൺമെന്റിന്റെ സൈഡിൽ നിന്നെല്ലാം ലഭിക്കും. സോ അത് എത്രത്തോളം ലഭിക്കുന്നു എന്നുള്ളതിനെ ബേസ് ചെയ്തിട്ടല്ല, നമ്മുടെ ആവശ്യം എന്താണ് എന്നുള്ളതിനനുസരിച്ച് എപ്പോഴും ഒരു പ്ലാനിങ് നമ്മൾ ക്രിയേറ്റ് ചെയ്യേണ്ടത്.
നീഡ്സ് വേരി ഫ്രം വൺ ഇൻസ്റ്റിറ്റ്യൂഷൻ ടു അനദർ. ഇപ്പോ ഒരു സ്ഥാപനത്തിന് ആവശ്യമായിട്ടുള്ള അവരുടെ നീഡ് ആയിരിക്കില്ല തൊട്ടപ്പുറം വർക്ക് ചെയ്യുന്ന ഒരു സ്ഥാപനത്തിന്റെ നീഡ് അല്ലെ. സോ ഓരോ സ്ഥാപനത്തിന്റെയും ആവശ്യം എത്രത്തോളം ഉണ്ട് അല്ലെങ്കിൽ നീഡ് എത്രത്തോളം ഉണ്ട് എന്നുള്ളത് വേരി ചെയ്യും. When grants are given by the educational department, they may allot grants for the library, but what they need may be more computers. ഇനി ഒരു സ്കൂളിന് എന്തെങ്കിലും ഒരു ഗ്രാൻഡ് ഗവൺമെന്റിന്റെ സൈഡിൽ നിന്ന് ലഭിക്കുകയാണെങ്കിൽ ആ ഗ്രാൻഡ് യൂസ് ചെയ്തുകൊണ്ട് എന്താണ് ഇവര് ലൈബ്രറി നന്നായിട്ട് ഉഷാറാക്കി. പക്ഷെ ശരിക്കും ആ ഒരു സ്കൂളിന്റെ ആവശ്യം എന്ന് പറയുന്നത് മോർ കമ്പ്യൂട്ടേഴ്സ് കൊണ്ടുവരിക എന്നുള്ളതായിരിക്കും. സോ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്, നീഡ് ബേസ്ഡ് ആയിട്ട് ഗ്രാൻഡ്സ് യൂസ് ചെയ്യുക. ഓക്കെ, അല്ലാതെ ആവശ്യമില്ലാത്ത കാര്യങ്ങളല്ല നമ്മൾ കൊണ്ടുവരേണ്ടത്. വാട്ട് ഈസ് ദ നീഡ്, അതനുസരിച്ചിട്ട് വേണം നമ്മൾ കാര്യങ്ങൾ ചെയ്യാൻ. Next, it is based on present resources. Use the material resources like land, building, and equipment and human resources. Ini, it is നമ്മൾ എപ്പോഴും ഒരു ഇൻസ്റ്റിറ്റ്യൂഷണൽ പ്ലാനിങ് ചെയ്യുമ്പോൾ നമ്മുടെ പ്രസന്റ് റിസോഴ്സസ് എന്തൊക്കെയാണ് എന്നുള്ളതിനെ യൂസ് ചെയ്തുകൊണ്ടായിരിക്കണം. നമ്മൾ പറഞ്ഞു അല്ലെ, നമ്മുടെ ലാൻഡ്, നമ്മുടെ ബിൽഡിങ്സ്, നമുക്ക് എന്തൊക്കെ എക്യുപ്മെന്റ്സ് ഉണ്ട്, ഹ്യൂമൻ റിസോഴ്സ് ഉണ്ട്, നമ്മുടെ പ്രസന്റ് റിസോഴ്സസിന്റെ അവൈലബിലിറ്റി നോക്കിയിട്ടാണ് നമ്മൾ എപ്പോഴും ഒരു പ്ലാനിങ് ക്രിയേറ്റ് ചെയ്യേണ്ടത്. ഇറ്റ് ഈസ് സയന്റിഫിക് ഇൻ നേച്ചർ. പ്ലാൻ ഇസ് ബേസ്ഡ് ഓൺ ഫാക്ട്സ് ആൻഡ് ഡാറ്റ. നമ്മൾ ഏതൊരു പ്ലാൻ ക്രിയേറ്റ് ചെയ്യുമ്പോഴും, എസ്പെഷ്യലി സ്കൂളിന് വേണ്ടിയിട്ടുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷണൽ പ്ലാനിങ് ഉണ്ടാക്കുമ്പോൾ അത് എപ്പോഴും ഫാക്ട് ബേസ്ഡും ഡാറ്റ ബേസ്ഡും ആയിരിക്കണം. വെറുതെ നമുക്ക് അങ്ങനെ ഒരു തിയറിറ്റിക്കൽ പ്ലാൻ ക്രിയേറ്റ് ചെയ്യാൻ പാടില്ല. വ്യക്തമായിട്ടുള്ള ഫാക്ട് അതിലുണ്ടായിരിക്കണം, വ്യക്തമായിട്ടുള്ള ഡാറ്റാസ് അതിന് പുറമെ ഉണ്ടായിരിക്കണം. ഇറ്റ് ഈസ് ടാസ്ക് ഓറിയന്റഡ് ആൻഡ് നോട്ട് മണി ഓറിയന്റഡ്. നമ്മൾ ഒരു ഇൻസ്റ്റിറ്റ്യൂഷണൽ പ്ലാനിങ് ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാ? ടാസ്കിന് ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ടാണ് അല്ലെ. ഒരു ടാസ്ക് നമ്മൾ ചൂസ് ചെയ്യും, അത് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അല്ലാതെ ഒരിക്കലും മണി ബേസ്ഡ് ആയിട്ട് അല്ലെങ്കിൽ മണി ഓറിയന്റഡ് ആയിട്ടായിരിക്കരുത് ഒരു സ്കൂള് വർക്ക് ചെയ്യേണ്ടത്. ഓക്കെ, ഇറ്റ് എലിമിനേറ്റ്സ് വേസ്റ്റ്. നമ്മൾ പറഞ്ഞു, നമ്മൾ എപ്പോഴും നമ്മുടെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷണൽ പ്ലാനിങ് എന്ന് പറയുമ്പോൾ മാക്സിമം യൂട്ടിലൈസേഷൻ ഓഫ് കറന്റ് റിസോഴ്സസ് ആയിരിക്കണം എന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ നമ്മൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ അങ്ങനെ വേസ്റ്റ് വരാനായിട്ടുള്ള ചാൻസ് വളരെ മിനിമൽ ആണ്, അല്ലെങ്കിൽ നിൽ. ദർ വിൽ നോട്ട് ബി എനി വേസ്റ്റ്. നെക്സ്റ്റ്, ഇറ്റ് ഇൻവോൾവ്സ് കോപ്പറേഷൻ. നല്ലൊരു ഇൻസ്റ്റിറ്റ്യൂഷണൽ പ്ലാനിങ് ഉണ്ടാക്കണമെങ്കിൽ അവിടെ ടീച്ചേഴ്സിന്റെയും വോളണ്ടിയേഴ്സിന്റെയും അഡ്മിനിസ്ട്രേഷന്റെയും ഒരു ടീം വർക്ക് അവിടെ ഉണ്ടായിരിക്കണം അല്ലെ. ഇറ്റ് ഈസ് goal oriented. Goals are to be achieved within a fixed time frame. നമ്മളൊരു ഇൻസ്റ്റിറ്റ്യൂഷണൽ പ്ലാനിങ് നടത്തി ഒരുപാട് ഗോൾസ് ആൻഡ് ടാർഗറ്റ്സ് ഒക്കെ നമ്മൾ സെറ്റ് ചെയ്തു. നമ്മളെ ഗോൾസിനൊക്കെ ഒരു ടൈം ഫ്രെയിം ഉണ്ടായിരിക്കില്ലേ? ഇപ്പൊ ഇത്ര സമയത്തിനുള്ളിൽ നമ്മുടെ ഗോൾസ് അച്ചീവ് ചെയ്യണം എന്നുള്ള ഒരു ടൈം ഫ്രെയിം എല്ലാവർക്കും ഉണ്ടായിരിക്കും. സോ ഒരു ഗോൾ എപ്പോഴും ടൈം ഫ്രെയിമിൽ ആയിരിക്കണം. അത് ആ ഒരു സമയത്തിന്റെ ഉള്ളിൽ തന്നെ നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുന്നതായിരിക്കണം. ഫൈനലി, ഇവാലുവേഷൻ അല്ലെ, മോണിറ്ററിങ് ആൻഡ് പ്രോഗ്രാം ഇവാലുവേഷൻ. നമ്മുടെ പ്ലാൻ അനുസരിച്ചിട്ടുള്ള കാര്യങ്ങളെല്ലാം നടന്നിട്ടുണ്ടോ എന്നുള്ളത് മോണിറ്റർ ചെയ്യേണ്ടത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. Evaluation is very important. Okay. നെക്സ്റ്റ് ഇസ് കമ്പോണൻസ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷണൽ പ്ലാനിങ്. ഇനി ഇൻസ്റ്റിറ്റ്യൂഷണൽ പ്ലാനിങ്ങിൽ വരുന്ന ബാക്കി കുറച്ച് കാര്യങ്ങളാണ് ഒബ്ജക്റ്റീവ്സ്. നമുക്കറിയാം, ഒരു ഇൻസ്റ്റിറ്റ്യൂഷണൽ പ്ലാനിങ് എപ്പോഴും ടാർഗറ്റ് ബേസ്ഡ് ആയിരിക്കും. പ്രസന്റ് സ്റ്റേറ്റസ് എന്താണോ അതിനനുസരിച്ചിട്ടുള്ള പ്ലാനിങ് ആയിരിക്കും ഉണ്ടാവുക. ഇംപ്രൂവ്മെന്റ് നീഡഡ്, എന്തൊക്കെ ഇംപ്രൂവ്മെന്റ്സ് നമുക്ക് ഇതിൽ പിന്നീട് ആവശ്യമായിട്ട് വരും എന്നുള്ളത് ഒരു കമ്പോണന്റ് ആണ്. അഡീഷണൽ റിസോഴ്സസ് റിക്വയർഡ് അല്ലെ, ഉള്ള റിസോഴ്സസിന്റെ കൂടെ ഇനി നമുക്ക് ഭാവിയിൽ എന്തൊക്കെ റിസോഴ്സസ് ആവശ്യമായിട്ട് വരും എന്നുള്ളതിനെ കുറിച്ചിട്ട് ഇവർ കൺസിഡർ ചെയ്യും. ടൈം ഷെഡ്യൂൾ അല്ലെ, നമ്മൾ പറഞ്ഞു ഓരോ ഗോളും ടൈം ഫ്രെയിംഡ് ആയിരിക്കും. ടൈം ഷെഡ്യൂളിനെ ഇവർ ഓൾറെഡി ഫിക്സ് ചെയ്യും. നെക്സ്റ്റ് ഇസ് പ്രോഗ്രാം ഓഫ് ആക്ഷൻ. ഇനി നമ്മുടെ പ്രോഗ്രാംസിനെ എല്ലാം നമ്മൾ പിന്നീട് ആക്ഷനിലോട്ട് കൊണ്ടുവരേണ്ടതും എന്താണ്? ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂഷണൽ പ്ലാനിങ്ങിന്റെ കമ്പോണൻസ് ആണ്. സോ ഒരുപാട് മേജർ റോള് വഹിക്കുന്ന കാര്യമാണ് ഒരു പ്ലാനിങ് എന്ന് പറയുന്നത്. നെക്സ്റ്റ്, വാട്ട് ആർ ദ സ്റ്റെപ്സ് ഇൻ പ്രിപ്പയറിംഗ് ആൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ പ്ലാൻ? നമ്മളൊരു പ്ലാൻ ക്രിയേറ്റ് ചെയ്യുമ്പോൾ അതിൽ എന്തൊക്കെ സ്റ്റെപ്സുകൾ ഉണ്ടായിരിക്കണം? പ്രധാനമായിട്ടും 4 സ്റ്റെപ്പാണ് കേട്ടോ ഫോളോ ചെയ്യുക. ഫസ്റ്റ് വൺ ഇസ് സർവേ, സെക്കൻഡ് വൺ ഇസ് പ്രിപ്പറേഷൻ, third one is execution, and fourth one is evaluation. And the survey should include felt needs, resource available to meet the need, etc. നമ്മൾ ഓൾറെഡി പറഞ്ഞു, നമ്മളൊരു പ്ലാൻ ക്രിയേറ്റ് ചെയ്യുന്നതിന്റെ മുന്നേ ഒരു സർവേ നടത്തണം. അതായത് എന്താണ് നമ്മുടെ ആവശ്യം, ആ ആവശ്യം സാധിക്കുന്നതിനായിട്ട് എത്രയൊക്കെ റിസോഴ്സസ് നമുക്ക് അവൈലബിൾ ആയിരിക്കണം, ഇതിനെ കുറിച്ച് ആദ്യം ഒരു സർവേ എടുക്കണം. നെക്സ്റ്റ് ഇസ് പ്രിപ്പറേഷൻ അല്ലെ, നമ്മൾ ടാർഗറ്റ്സിനെ സെറ്റ് ചെയ്യുന്നു,
നമ്മുടെ ഗോൾസിനെ സെറ്റ് ചെയ്യുന്നു, ടൈം ഫ്രെയിം സെറ്റ് ചെയ്യുന്നു, പിന്നെ ടീച്ചേഴ്സിന്റെ ഭാഗത്തു നിന്നുള്ള കോപ്പറേഷൻ, ഈ റോൾ അലക്കേഷൻ, ഇതെല്ലാമാണ് ഈ ഇൻസ്റ്റിറ്റ്യൂഷണൽ പ്ലാനിങ് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷനിൽ വരുന്നത്. നെക്സ്റ്റ് ഇസ് എക്സിക്യൂഷൻ. ഇനി ഒരു പ്ലാൻ ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അതിനെ എക്സിക്യൂട്ട് ചെയ്യാനുള്ള കാര്യങ്ങളാണ് നമ്മൾ ചെയ്യുക അല്ലെ. അതിന് വേണ്ടിയിട്ടുള്ള ഗൈഡൻസ് പ്രൊവൈഡ് ചെയ്യും, ആക്റ്റീവ് ഹെൽപ്പ് നമ്മൾ പ്രൊവൈഡ് ചെയ്യും, മോണിറ്ററിങ് ചെയ്യും. ഇതെല്ലാം എക്സിക്യൂഷന്റെ ഭാഗമായിട്ട് വരുന്നതാണ്. നെക്സ്റ്റ് ഇസ് ഇവാലുവേഷൻ. ലാസ്റ്റ് നമ്മൾ ചെയ്യുന്ന ഒരു റോളാണ് ഇവാലുവേറ്റിംഗ് വെദർ വി അച്ചീവ്ഡ് അവർ ടാർഗറ്റ്. നമുക്ക് നമ്മുടെ ഗോൾ അച്ചീവ് ചെയ്യാൻ സാധിച്ചോ, നമ്മുടെ ബഡ്ജറ്റ് ലിമിറ്റിന്റെ ഉള്ളിൽ വെച്ച് തന്നെ നമുക്കത് കംപ്ലീറ്റ് ചെയ്യാൻ സാധിച്ചോ, നമ്മുടെ ടൈം ഷെഡ്യൂള് നമ്മൾ വിചാരിച്ച പോലെ തന്നെ നമുക്ക് അതിൽ തീർക്കാൻ സാധിച്ചിട്ടുണ്ടോ. അസസ്മെന്റ് ഓഫ് ഡിലേ ഓർ ഫെയിലിയർ. നമ്മുടെ പ്ലാന് നമ്മൾ എന്താണ് ഒരു ഫെയിലിയർ ആയിരുന്നോ, എന്തെങ്കിലും കൈൻഡ് ഓഫ് ഡിലേ ഉണ്ടായിരുന്നോ, ഈ കാര്യങ്ങളെല്ലാമാണ് ഇവാലുവേഷനിൽ നടക്കുന്നത്. സോ ഈ 4 സ്റ്റെപ്പാണ് ഒരു ഇൻസ്റ്റിറ്റ്യൂഷണൽ പ്ലാനിങ് പ്രിപ്പയർ ചെയ്യുമ്പോൾ അതിൽ വരുന്ന സ്റ്റെപ്സ്. ഓക്കെ, നെക്സ്റ്റ് ഇസ് വാട്ട് ആർ ദ സ്കോപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷണൽ പ്ലാനിങ്. വേറെ ചില ഇൻസ്റ്റിറ്റ്യൂഷണൽ പ്ലാനിങ്ങിന്റെ ഇമ്പോർട്ടൻസ് ആണ് നോക്കുന്നത് കേട്ടോ. ഇൻസ്റ്റിറ്റ്യൂഷണൽ പ്ലാനിങ്ങിൽ പ്രധാനമായിട്ടും വരുന്ന കാര്യങ്ങളൊക്കെയാണ് കരിക്കുലാർ ആക്ടിവിറ്റീസ്, കോ കരിക്കുലാർ ആക്ടിവിറ്റീസ്, ബ്യൂട്ടിഫിക്കേഷൻ, സോഷ്യൽ സർവീസ്. ഇതെല്ലാം പ്ലാനിങ്ങിൽ ഇൻക്ലൂഡഡ് ആണ് കേട്ടോ. കരിക്കുലാർ ആക്ടിവിറ്റീസ് എന്ന് പറയുമ്പോൾ എന്തൊക്കെയാണ്? ഈ ഫാക്കൽറ്റി മീറ്റിംഗ്, ടീച്ചേഴ്സിന്റെ മീറ്റിംഗ് ഓർഗനൈസ് ചെയ്യാം. അതുപോലെ സബ്ജക്ട് എക്സ്പേർട്സ് എന്ത് ചെയ്യുക, ഇവരൊരു ഡെമോൺസ്ട്രേഷൻ എടുക്കുക, ഏതെങ്കിലും ഒരു ലെസണിന്റെ ഒരു മോഡൽ ഡെമോൺസ്ട്രേഷൻ എടുക്കുക, പുറമേ നിന്ന് എക്സ്പേർട്സ് വന്ന് ചില ഗസ്റ്റ് ലെക്ചേഴ്സ് എടുക്കുക, ടീം ടീച്ചിങ്. ഈ കാര്യങ്ങളെല്ലാം ഓർഗനൈസ് ചെയ്യുന്നതിനെയാണ് നമ്മൾ കരിക്കുലാർ ആക്ടിവിറ്റീസ് എന്ന് പറയാം. നെക്സ്റ്റ് കോ കരിക്കുലാർ ആക്ടിവിറ്റീസ്. എന്തൊക്കെയാണ് ബാക്കി കോ കരിക്കുലാർ ആക്ടിവിറ്റീസ്? സയൻസ് ഫെയേഴ്സ് കണ്ടക്ട് ചെയ്യുക, എക്സിബിഷൻസ് കണ്ടക്ട് ചെയ്യുക, ബുക്ക് ഫെയേഴ്സ് കണ്ടക്ട് ചെയ്യുക, ട്രീ പ്ലാന്റിംഗ്, ട്രക്കിംഗ് ഓർഗനൈസ് ചെയ്യുക. ഇതെല്ലാം ഒരു സ്കൂളിന്റെ കോ കരിക്കുലാർ ആക്ടിവിറ്റീസ് ആണ്. ഇതെല്ലാം ഇൻസ്റ്റിറ്റ്യൂഷണൽ പ്ലാനിങ്ങിൽ വരേണ്ടതാണ്. നെക്സ്റ്റ് ഇസ് ബ്യൂട്ടിഫിക്കേഷൻ അല്ലെ. ക്യാമ്പസിനെ ബ്യൂട്ടിഫൈ ചെയ്യുക, ഒരു ക്ലീൻ ക്യാമ്പസിനെ കൊണ്ടുവരാൻ സാധിക്കുക, ബിൽഡിങ്സിന് ആവശ്യമായിട്ടുള്ള മൈനർ റിപ്പയർസ് എല്ലാം ത്രൂ ഔട്ട് ചെയ്യുക, പ്ലേ ഗ്രൗണ്ട്സിനെ ലെവൽ ചെയ്യുക. ഇത്തരം ബ്യൂട്ടിഫിക്കേഷൻ എല്ലാം ചെയ്യേണ്ടത് ആരുടെ റോളാണ്? ഒരു ഇൻസ്റ്റിറ്റ്യൂഷന്റെ റോളാണ്, അത് ആ പ്ലാനിങ്ങിൽ വരേണ്ടതാണ്. നെക്സ്റ്റ് സോഷ്യൽ സർവീസ് അല്ലെ. ചാലഞ്ച്ഡ് ആയിട്ടുള്ള കുട്ടികളെ ഹെൽപ്പ് ചെയ്യുക, ബുദ്ധിമുട്ടുകൾ നേരിടുന്ന കുട്ടികൾക്ക് ഒരു അഡീഷണൽ എക്സ്ട്രാ സപ്പോർട്ട് പ്രൊവൈഡ് ചെയ്യാൻ സാധിക്കുക, ടീച്ചിങ് ഡ്രോപ്പ് ഔട്ട്സിനെ എല്ലാം ഡീൽ ചെയ്യുക, അവയർനെസ് പ്രോഗ്രാംസ് കണ്ടക്ട് ചെയ്യുക, ടീച്ചേഴ്സിന് ആവശ്യമായിട്ടുള്ള ഹെൽപ്സ് പ്രൊവൈഡ് ചെയ്യുക, കുട്ടികൾക്ക് ആവശ്യമായിട്ടുള്ള പ്രോഗ്രാംസ് പ്രൊവൈഡ് ചെയ്യാൻ സാധിക്കുക. ഇതെല്ലാം ഇൻസ്റ്റിറ്റ്യൂഷണൽ പ്ലാനിങ്ങിൽ വരേണ്ട കാര്യമാണ് കേട്ടോ. ഇനി നമ്മൾ ഇത്രയും കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇൻസ്റ്റിറ്റ്യൂഷണൽ പ്ലാനിങ്ങിന്റെ ഇമ്പോർട്ടൻസും അതിന്റെ ഫീച്ചേഴ്സും സ്റ്റെപ്സും സ്കോപ്പും ഫങ്ഷൻസും ക്യാരക്ടറിസ്റ്റിക്സും എല്ലാം പറഞ്ഞു. ഇതെല്ലാം നടക്കുമെങ്കിലും ഇൻസ്റ്റിറ്റ്യൂഷണൽ പ്ലാനിങ്ങിന് ചില ലിമിറ്റേഷൻസ് ഉണ്ട്. നമുക്ക് നോക്കാം. ഇറ്റ് വർക്ക്സ് ഓൺലി വെൻ ദ പവർ ആൻഡ് റെസ്പോൺസിബിലിറ്റി ആർ ഷെയർഡ്. ശരിയാണ് അല്ലെ. പവറും റെസ്പോൺസിബിലിറ്റി ഒക്കെ ഷെയർ ചെയ്യുന്ന ഒരു സാഹചര്യമാണെങ്കിൽ മാത്രമേ ഇൻസ്റ്റിറ്റ്യൂഷണൽ പ്ലാനിങ് നടക്കുള്ളൂ അല്ലെ. നമ്മൾ പറഞ്ഞു ഇനിയൊരു അതായത് ഡീസെൻട്രലൈസ്ഡ് ആണെന്നുണ്ടെങ്കിൽ, സെൻട്രലൈസ്ഡ് കൺസെപ്റ്റ് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ഒരു 1 മാൻ ഷോ ആയിരിക്കും, ഒരാളായിരിക്കും എല്ലാ തീരുമാനങ്ങളും എടുക്കുക. അങ്ങനത്തെ സാഹചര്യങ്ങളിൽ ഒരിക്കലും ഇൻസ്റ്റിറ്റ്യൂഷണൽ പ്ലാനിങ് നടക്കില്ല. കാരണം ടീച്ചേഴ്സിന് റോളില്ല, സൊസൈറ്റിക്ക് റോളില്ല, വേറെ ഒന്നിനും ഒരു പ്ലാനിങ്ങിൽ ഇൻക്ലൂഡ് ചെയ്യുന്നില്ല, ഇൻവോൾവ് ചെയ്യുന്നില്ല. അങ്ങനെയൊക്കെ ആണെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷണൽ പ്ലാനിങ് നടക്കുമോ? ഇല്ല. സോ ഡീസെൻട്രലൈസ്ഡ് കൺസെപ്റ്റിൽ മാത്രമേ ഇൻസ്റ്റിറ്റ്യൂഷണൽ പ്ലാനിങ് നടക്കുകയുള്ളൂ, അല്ലെങ്കിൽ ഇത് വർക്ക് ആവത്തില്ല. നെക്സ്റ്റ്, ഹെഡ് മാസ്റ്റേഴ്സ് ആൻഡ് ടീച്ചേഴ്സ് നീഡ് പ്രോപ്പർ ട്രെയിനിങ് അല്ലെ. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നടത്തി കൊണ്ടുവരാന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള കാര്യമാണോ? നമ്മളിപ്പോ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇത് ചെയ്യണം, അത് ചെയ്യേണ്ടത് ഇൻസ്റ്റിറ്റ്യൂഷണൽ പ്ലാനിങ് ആണെന്നൊക്കെ പറയുന്നല്ല. ഇതിന് വേണ്ടിയിട്ടുള്ള പ്രോപ്പർ ട്രെയിനിങ് ഹെഡ് മാസ്റ്റർക്കും ടീച്ചേഴ്സിനും കിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ ഇൻസ്റ്റിറ്റ്യൂഷണൽ പ്ലാനിങ് ഒക്കെ പ്രോപ്പർ ആയിട്ട് വർക്ക് ആവുള്ളൂ. സ്റ്റാഫ് ഷുഡ് സ്റ്റേ ഇൻ ദെയർ പൊസിഷൻസ്. ഫ്രീക്വന്റ് ട്രാൻസ്ഫേഴ്സ് ഡിസ്റ്റർബ് പ്ലാനിങ്. നമുക്കറിയാം നമ്മളൊരു ഇൻസ്റ്റിറ്റ്യൂഷണൽ പ്ലാനിങ് സ്റ്റാർട്ടിങ്ങിൽ പ്രിപ്പയർ ചെയ്യുന്നതാണ് അല്ലെ. സോ സ്റ്റാഫ് എല്ലാം അവരുടെ പൊസിഷനിൽ തന്നെ നിൽക്കേണ്ടതാണ്. ഇടയ്ക്ക് വെച്ച് നമ്മൾ ഈ ഒരു പ്രൊമോഷൻ അല്ലെങ്കിൽ റോള് മാറ്റം വരുമ്പോൾ അത് ആ പ്ലാനിങ്ങിനെ ഡിസ്റ്റർബ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. സ്കിൽസ് ആൻഡ് ടാലൻസ് ഓഫ് ദ ടീച്ചേഴ്സ് ആൻഡ് പാരന്റ്സ് ആർ നോട്ട് യൂസ്ഡ് വെൽ ഇൻ ദ കറന്റ് എക്സാം ബേസ്ഡ് സിസ്റ്റം. ഇപ്പോഴത്തെ നമ്മുടെ കറന്റ് എക്സാം ബേസ്ഡ് സിസ്റ്റത്തിൽ ഒരിക്കലും നമുക്ക് നമ്മുടെ ടീച്ചേഴ്സിന്റെയോ പാരന്റ്സിന്റെയോ ടാലൻസിനെയോ അല്ലെങ്കിൽ സ്കിൽസോ ഒന്നും പുറത്തു കൊണ്ടുവരാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് വേറൊരു ലിമിറ്റേഷൻ. പ്ലാൻ ഷുഡ് കണക്ട് ടു ബ്ലോക്ക്, ഡിസ്ട്രിക്ട് ആൻഡ് സ്റ്റേറ്റ് ലെവൽസ് ഫോർ പ്രോപ്പർ ഫണ്ടിങ്. ഇനി
നമുക്കറിയാം ഇത്തരം പ്ലാനിങ്സ് എല്ലാം നടത്തണമെങ്കിൽ നമുക്ക് ഫണ്ടിങ് വളരെ ഇമ്പോർട്ടന്റ് ആണ് അല്ലെ. സോ ഈ ഒരു പ്ലാന് ബ്ലോക്ക് ലെവലിലും ഡിസ്ട്രിക്ട് ലെവലിലും സ്റ്റേറ്റ് ലെവലിലും എല്ലാം കണക്ട് ചെയ്യാൻ സാധിക്കണം ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂഷണൽ പ്ലാനിങ്ങിനെ. എങ്കിൽ മാത്രമേ നമുക്ക് പ്രോപ്പർ ഫണ്ടിങ് ലഭിക്കുകയുള്ളൂ. ഏതെങ്കിലും ഒരു ലെവലിൽ മാത്രം ഇത്തരം ഇൻസ്റ്റിറ്റ്യൂഷണൽ പ്ലാനിങ്സ് ചെയ്തുകൊണ്ട് കാര്യമില്ല. എല്ലാതും തമ്മിൽ ഇന്റർ കണക്റ്റഡ് ആവണം. എങ്കിൽ മാത്രമേ ഇത് എഫിഷ്യന്റ് ആയിട്ട് വർക്ക് ആവുകയുള്ളൂ. ഓക്കെ, അത്രയും കാര്യമാണ് എനിക്ക് ഇൻസ്റ്റിറ്റ്യൂഷണൽ പ്ലാനിങ്ങിനെ കുറിച്ചിട്ട് പറയാനുള്ളത്. നെക്സ്റ്റ് വരുന്ന ടോപ്പിക് ആണ് സ്കൂൾ കോംപ്ലക്സ്. എന്താണ് ഈ ഒരു കൺസെപ്റ്റ്? ഇത് എന്താ ഉദ്ദേശിക്കുന്നതെന്ന് നോക്കിയാലോ. എ സ്കൂൾ കോംപ്ലക്സ് ഇസ് എ ഗ്രൂപ്പ് ഓഫ് നിയർ ബൈ സ്കൂൾസ്. നിയർ ബൈ ആയിട്ടുള്ള അല്ലെങ്കിൽ തൊട്ടടുത്തുള്ള കുറച്ച് സ്കൂളുകളുടെ ഗ്രൂപ്പിനെയാണ് എന്ത് പറയുന്നത്? സ്കൂൾ കോംപ്ലക്സ് എന്ന് പറയും. ഇറ്റ് ഇൻക്ലൂഡ്സ് പ്രൈമറി, അപ്പർ പ്രൈമറി, സെക്കൻഡറി ആൻഡ് ഹയർ സെക്കൻഡറി സ്കൂൾസ്. അതായത് നമുക്കറിയാം ചില സ്കൂളുകൾ LP സ്കൂളുകളായിരിക്കും, ചില സ്കൂള് UP സ്കൂളുകളായിരിക്കും, ചില സ്കൂൾസ് ഹൈസ്കൂൾസ് ആയിരിക്കും, ചിലത് ഹയർ സെക്കൻഡറി ഒക്കെ ആയിരിക്കും അല്ലെ. സോ ഈ നിയർ ബൈ ആയിട്ടുള്ള ഈ എല്ലാ തരത്തിലുള്ള സ്കൂളുകളും കമ്പൈൻ ചെയ്യുന്ന ഒരു ഗ്രൂപ്പിനെയാണ് നമ്മൾ എന്ത് പറയാ? സ്കൂൾ കോംപ്ലക്സ് എന്ന് പറയാ. ദീസ് സ്കൂൾസ് വർക്ക് ടുഗെദർ ആസ് വൺ എഡ്യൂക്കേഷണൽ യൂണിറ്റ്. ഈ സ്കൂളുകളെല്ലാം ഒരു എഡ്യൂക്കേഷണൽ യൂണിറ്റ് ആയിട്ടാണ് വർക്ക് ചെയ്യുന്നുണ്ടായിരിക്കുക. ദേ ഹെൽപ്പ് ഈച്ച് അതർ ആൻഡ് ഷെയർ റിസോഴ്സസ്. ഈ സ്കൂളിൽ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകളും മറ്റെല്ലാ മെമ്പേഴ്സും ദേ ഹെൽപ്പ് ഈച്ച് അതർ. അവര് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു സഹകരണം ഉണ്ടായിരിക്കും. അവർ ആവശ്യമായിട്ടുള്ള റിസോഴ്സസിനെ ഷെയർ ചെയ്യുന്നവരും ആയിരിക്കും. ടീച്ചേഴ്സ് ഫ്രം ഓൾ ദ സ്കൂൾസ് ഇൻ ദ ഏരിയ വർക്ക് ടുഗെദർ ടു ഇംപ്രൂവ് എഡ്യൂക്കേഷണൽ ക്വാളിറ്റി. നമ്മുടെ എഡ്യൂക്കേഷണൽ ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഏരിയയിലുള്ള എല്ലാ സ്കൂളുകളിലുള്ള ടീച്ചേഴ്സും എന്ത് ചെയ്യും? ദേ വിൽ വർക്ക് ടുഗെദർ. ഓക്കെ, കാരണം ഇവരുടെ ഒക്കെ ഒരു ടാർഗറ്റ് അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്ന സെയിം ആണ്. എന്താണ്? എഡ്യൂക്കേഷണൽ ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യുക എന്നുള്ളത്. ഓക്കെ, ഇനി എന്തൊക്കെയാണ് സ്കൂൾ കോംപ്ലക്സ് പ്രോഗ്രാംസ്? പ്രോഗ്രാംസ് ആർ പ്ലാൻ ടു ഇംപ്രൂവ് എഡ്യൂക്കേഷണൽ ക്വാളിറ്റി. പല പ്രോഗ്രാംസും പ്ലാൻ ചെയ്യും അല്ലെ. എന്തിനു വേണ്ടിയിട്ടാണ്? എഡ്യൂക്കേഷണൽ ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്. നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഒരു സ്കൂൾ കോംപ്ലക്സ് ആകുമ്പോൾ ഒരുപാട് റിസോഴ്സ് ഷെയർ ചെയ്യും എന്ന് പറഞ്ഞു അല്ലെ. എന്തൊക്കെയാണ് ഈ റിസോഴ്സ്? ലൈബ്രറീസ്, ഗെയിംസ് ആൻഡ് ലേണിംഗ് മെറ്റീരിയൽസ്, ടീച്ചേഴ്സ് ആൻഡ് ടീച്ചിങ് ഐഡിയാസ്. ദേ വർക്ക് ടുഗെദർ ടു ഇംപ്രൂവ് എഡ്യൂക്കേഷൻ ത്രൂ ടീം വർക്ക്. ഇപ്പൊ ഇവിടെ ഒരു ഹൈസ്കൂൾ ഉണ്ട്, ഇവിടെ ഒരു UP സ്കൂൾ ഉണ്ട്, ഇവിടെ ഒരു ഹയർ സെക്കൻഡറി സ്കൂൾ ഉണ്ട്. ഇവരെല്ലാവരും ശരിക്കും പറഞ്ഞാൽ നല്ലൊരു സഹകരണം ഉണ്ടെങ്കിൽ ലൈബ്രറി, പ്ലേ ഗ്രൗണ്ട്, ലേണിംഗ് മെറ്റീരിയൽസ്, ടീച്ചിങ് ഐഡിയാസ്, ഇതൊക്കെ ഇവർക്ക് ഷെയർ ചെയ്യാവുന്നതല്ലേ അല്ലെ, ഈ റിസോഴ്സസ് എല്ലാം. അപ്പൊ ഇതിലൂടെ നല്ലൊരു ടീം വർക്കിലൂടെയാണ് എഡ്യൂക്കേഷൻ ഇംപ്രൂവ് ചെയ്യാൻ സാധിക്കുന്നത്. സോ അതിനൊരു ടീം വർക്കും ഒരു നല്ല സഹകരണവും ഉണ്ടായിരിക്കണം. അതാണ് സ്കൂൾ കോംപ്ലക്സ്. ഇനി നമ്മുടെ സ്കൂളുകൾ എന്ന് പറഞ്ഞാൽ ഒരു 3 ടയർ സ്ട്രക്ചർ ആണ് ഫോളോ ചെയ്യുന്നത് അല്ലെ. നമുക്കറിയാം പ്രൈമറി, അപ്പർ പ്രൈമറി അല്ലെങ്കിൽ ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി. അപ്പൊ ഇതിൽ ലോവസ്റ്റ് ടയറിൽ വരുന്നതാണ് പ്രൈമറി സെക്ഷനും മിഡിൽ സെക്ഷനും. ഓക്കെ, ദീസ് സ്കൂൾസ് കണക്ട് വിത്ത് ഹയർ ലെവൽ സ്കൂൾസ് ഇൻ ദ ഏരിയ. സോ ഈ പ്രൈമറി ആൻഡ് മിഡിൽ സ്കൂൾസ് എന്ത് ചെയ്യും? അവര് തൊട്ടടുത്ത ആ ഏരിയയിലുള്ള ഹയർ ലെവൽ സ്കൂൾസുമായിട്ട് കണക്റ്റഡ് ആയിരിക്കും. അപ്പൊ കുട്ടികൾ ഓരോ ലെവൽ കഴിഞ്ഞ് ഓരോ ലെവലിലോട്ട് ഇങ്ങനെ പാസ് ചെയ്യല്ലേ. സോ ഇവരൊക്കെ തമ്മിൽ ഒരു കണക്ഷൻ ഉണ്ടായിരിക്കും. ലോവസ്റ്റ് ടയർ എന്ന് പറയുന്നതാണ് നമ്മുടെ പ്രൈമറി ഓർ മിഡിൽ സെക്ഷൻ. അടുത്താണ് മിഡിൽ ടയർ. ഓക്കെ, മിഡിൽ ടയർ എന്ന് പറയുമ്പോൾ നമുക്ക് അതിൽ മിഡിൽ സെക്ഷനെയും ഹൈസ്കൂൾ സെക്ഷനെയും നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാം കേട്ടോ. അതായത് ആ ഒരു ലോവർ ലെവലും അപ്പർ ലെവലും തമ്മിലുള്ള ഒരു ലിങ്ക് ആരാണ്? ഈ മിഡിൽ സെക്ഷൻ ആണ്. ഓക്കെ, ഹെൽപ്സ് ഇൻ ഗൈഡിങ് നിയർ ബൈ സ്കൂൾസ്. മിഡിൽ സെക്ഷൻ എന്ത് ചെയ്യും? നിയർ ബൈ സ്കൂൾസിനൊക്കെ ഗൈഡ് ചെയ്യുന്നത് ഇവരായിരിക്കും. അടുത്തതാണ് അപ്പർ ടയർ. അപ്പർ ടയർ എന്ന് പറയുമ്പോൾ ഇൻക്ലൂഡ് സീനിയർ സെക്കൻഡറി സ്കൂൾസ് ഓർ കോളേജസ്. അപ്പർ ടയറിൽ വരുന്നതാണ് +1 +2 സ്കൂളുകളും അതുപോലെ കോളേജസും. ഹെൽപ്പ് സപ്പോർട്ട് ഓൾ ദ ലോവർ ലെവൽസ് ഇൻ ദ ഏരിയ. ഈ അപ്പർ ലെവൽ എപ്പോഴും എന്ത് ചെയ്യും? തൊട്ടടുത്തുള്ള ഈ ലോവർ ലെവൽസിന്, അതായത് മിഡിൽ ടയറിനെയും ലോവസ്റ്റ് ടയറിനെയും എല്ലാം സപ്പോർട്ട് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യും. So all the 3 tiers can work together as one unit. നമ്മുടെ എഡ്യൂക്കേഷൻ ക്വാളിറ്റി ഉള്ളതാക്കാനും ഇംപ്രൂവ് ചെയ്യാനും സാധിക്കണമെങ്കിൽ ഈ 3 ടയേഴ്സും ഈക്വലി വർക്ക് ചെയ്യണം. ദേ ഷുഡ് വർക്ക് ടുഗെദർ. അവരുടെ ഇടയിൽ ഒരു ഫ്രൂട്ട്ഫുൾ റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിൽ മാത്രമാണ് നമ്മുടെ എഡ്യൂക്കേഷനെ ഇംപ്രൂവ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഓക്കെ,
ഇനി വാട്ട് ആർ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് സ്കൂൾ കോംപ്ലക്സ്? എന്തൊക്കെയാണ് ഫീച്ചേഴ്സ് നോക്കിയാലോ? നൈബർഹുഡ് സ്കൂൾസ് ടുഗെദർ, നമ്മൾ ഓൾറെഡി പറഞ്ഞു. നിയർ ബൈ ഏരിയാസിലുള്ള സ്കൂൾസ് എല്ലാം ഒരുമിച്ച് വർക്ക് ചെയ്യും. എന്തിനു വേണ്ടിയിട്ടാണ് അവർ വർക്ക് ചെയ്യുന്നത്? ഫോർ എഡ്യൂക്കേഷണൽ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ടാണ് അല്ലെ. സോ ഇവരുടെ ഇടയിൽ ഒരു കോപ്പറേഷൻ ഉണ്ടായിരിക്കണം, ടീം വർക്ക് ഉണ്ടായിരിക്കണം. നമുക്കറിയാം 3 ടയേഴ്സ് ഇവരുടെ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ആണ് അല്ലെ. അതായത് പ്രൈമറി, മിഡിൽ, അപ്പർ, ഇവരെല്ലാവരും ഒരുമിച്ച് വർക്ക് ചെയ്യുക എന്ന് പറയുന്നതിനെയാണ് 3 ടയേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ബെറ്റർ ടീച്ചിങ് ആൻഡ് ഇവാലുവേഷൻ. നമുക്ക് ഇങ്ങനെ ഒരു ടീം വർക്ക് ഉണ്ടാവുമ്പോൾ നമുക്ക് ഒരുപാട് എക്സ്പീരിയൻസസ് ഒക്കെ ലഭിക്കും അല്ലെ. ഇതെന്തായാലും നമുക്ക് നമ്മുടെ ഇതിനെ കൊണ്ട് ടീച്ചിങ് ഇംപ്രൂവ് ചെയ്യാനും സ്റ്റുഡന്റ് ടെസ്റ്റിംഗ് ഒക്കെ ഇംപ്രൂവ് ചെയ്യാനും ഒക്കെ നമ്മളെ കൊണ്ട് സാധിക്കും. ബെറ്റർ ഇവാലുവേഷൻ നടത്താൻ സാധിക്കും. നെക്സ്റ്റ് ഇസ് പ്രൊമോഷൻ യൂണിറ്റ്. സ്റ്റുഡന്റ് സപ്പോർട്ട് ഇൻ മൂവിങ് ടു ഹയർ ക്ലാസ്സസ്. നമുക്കറിയാം ഇപ്പൊ ഓരോ ലെവൽ കഴിയുമ്പോഴും ഓരോ അപ്പർ ലെവലിലോട്ടുള്ള ഇവരുടെ ആ ഒരു ട്രാൻസിഷൻ, ഇതിനെ നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ സാധിക്കും. പ്രൈമറി ലെവലിൽ ഉണ്ടായിരുന്ന ഒരു കുട്ടി ആ ഒരു സ്റ്റാൻഡേർഡ് കഴിയുമ്പോൾ പിന്നെ മിഡിൽ ലെവലിലോട്ട് എത്തും അല്ലെ. 6, 7, 8 ആ ഒരു സ്കൂളുകളിലോട്ട് എത്തും. അത് കഴിയുമ്പോൾ ഇവരെന്താണ് 9, 10, +1, +2 എന്നുള്ള ഇതിലോട്ട് എത്തും. അപ്പോൾ അവിടെ ആ ഒരു പ്രൊമോഷൻ യൂണിറ്റ് കുട്ടികളെ നമുക്ക് ആ ഒരു ട്രാൻസിഷനിലോട്ട് കുട്ടികളെ ഹെൽപ്പ് ചെയ്യാൻ സാധിക്കും. പെർഫോമൻസ് ഓഫ് ടാസ്ക്. സ്കൂൾ കോംപ്ലക്സ് കംപ്ലീറ്റ് സയന്റിഫിക് എഡ്യൂക്കേഷണൽ ടാസ്ക്. ഓരോ ടയേഴ്സും അവരുടേതായിട്ടുള്ള എഡ്യൂക്കേഷണൽ ടാസ്കിനെ എന്താണ് കംപ്ലീറ്റ് ചെയ്യുന്നുണ്ട്, അത് അവർ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട് അല്ലെ. ഇപ്പൊ പ്രൈമറി ലെവലിൽ മീറ്റ് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ അല്ലെങ്കിൽ കുട്ടികൾക്ക് കിട്ടേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്, അത് ആ പ്രൈമറി സെക്ഷനിൽ നിന്ന് തന്നെ ലഭിക്കണം. പിന്നീടാണ് മിഡിൽ സെക്ഷനിലോട്ട് പോകുന്നത്, ഇവിടുന്നാണ് ഹയർ സെക്കൻഡറിയിലോട്ട് പോകുന്നത്. സോ ഓരോ ലെവലിലും അവരുടേതായിട്ടുള്ള ടാസ്കുകൾ ഉണ്ട്, അത് അവർ കംപ്ലീറ്റ് ചെയ്യണം. പ്രൈമറി ലെവലിൽ നിന്ന് കിട്ടാതെ സാധനങ്ങൾ കുട്ടികൾക്ക് മിഡിൽ ലെവലിൽ പിന്നെ ലഭിക്കുമോ? കുട്ടികൾക്ക് വളരെ ബുദ്ധിമുട്ടായിരിക്കില്ലേ. ഇപ്പൊ 1ാം ക്ലാസ്സിൽ അഡീഷനും സബ്ട്രാക്ഷനും പ്രോപ്പർ ആയിട്ട് പഠിച്ച ഒരു കുട്ടിക്ക് മാത്രമേ സെക്കൻഡ് സ്റ്റാൻഡേർഡിൽ വരുമ്പോൾ ഒരു 3 ഡിജിറ്റ് അഡീഷനും മൾട്ടിപ്ലിക്കേഷനും സബ്ട്രാക്ഷനും ഒക്കെ ചെയ്യാൻ കഴിയുള്ളൂ. സോ ഓരോ ലെവലിനും അതിൻ്റെതായിട്ടുള്ള എഡ്യൂക്കേഷണൽ ടാസ്ക് ഉണ്ട്, അത് അവർ കംപ്ലീറ്റ് ചെയ്യണം. നെക്സ്റ്റ് ഈസ് സോൾവിങ് പ്രോബ്ലംസ്. ഹെൽപ്സ് സ്കൂൾ സോൾവ് ആൻഡ് സ്റ്റുഡന്റ് ഇഷ്യൂസ്. ഇവര് തമ്മിൽ നമുക്കറിയാം ഒരു യൂണിറ്റി ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ സ്കൂൾ പ്രോബ്ലംസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് സോൾവ് ചെയ്യാനും സ്റ്റുഡന്റ് ഇഷ്യൂസ് ഒക്കെ സോൾവ് ചെയ്യാനും എല്ലാം ഈ ഒരു കൺസെപ്റ്റ് കൊണ്ട് സാധിക്കും. ഇനി വാട്ട് ആർ ദ ഒബ്ജക്റ്റീവ്സ് ഓഫ് സ്കൂൾ കോംപ്ലക്സ്? ഇവരുടെ ഗോൾ എന്തൊക്കെയാണ്? ബ്രേക്ക് ദ ഐസൊലേഷൻ അല്ലെ. എല്ലാ സ്കൂളുകളും തമ്മിൽ ഒരു കണക്ഷൻ ഉണ്ടാക്കാനും, അല്ലാതെ ഒരു വർക്ക് അലോൺ സിസ്റ്റം അല്ല. ഇപ്പൊ ഇത് ഒരു സ്കൂൾ അവരുടെ വഴി, വേറെ സ്കൂൾ അവരുടെ വഴി എന്നുള്ളതല്ല. ആ ഒരു ഐസൊലേഷൻ ബ്രേക്ക് ചെയ്ത് ഒരു കണക്ഷൻ കൊണ്ടുവരാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. നെക്സ്റ്റ് ഇസ് എൻകറേജ് ഗ്രൂപ്പ് എഫേർട്ട്. നമുക്കറിയാം ഡിഫറെന്റ് സ്കൂളിലുള്ള ടീച്ചേഴ്സ് ആണ് ഇവിടെ ഒരുമിച്ച് വർക്ക് ചെയ്യുന്നതും ഐഡിയാസ് ഷെയർ ചെയ്യുന്നതും. അതുകൊണ്ട് തന്നെ ഒരു ഗ്രൂപ്പ് എഫേർട്ട് അവിടെ എൻകറേജ് ചെയ്യാൻ സാധിക്കും. യൂസസ് റിസോഴ്സസ് വെൽ. ടീച്ചേഴ്സ് തമ്മിലെ അവരുടെ മെറ്റീരിയൽസിനെ എല്ലാം ഷെയർ ചെയ്യാൻ, മെറ്റീരിയൽസ് ഷെയർ ചെയ്യുക, ടീച്ചിങ് എയ്ഡ്സ് ഷെയർ ചെയ്യുക, ടീച്ചിങ് മെത്തേഡ്സ് ഷെയർ ചെയ്യുക. അങ്ങനെ ഒരു ഷെയറിങ്ങിലൂടെ ഇവർക്ക് റിസോഴ്സസിനെ വളരെ എഫക്റ്റീവ് ആയിട്ട് യൂസ് ചെയ്യാൻ സാധിക്കും. നെക്സ്റ്റ് സോൾവ് പ്രോബ്ലംസ്. നമ്മൾ പറഞ്ഞു അല്ലെ, ടീച്ചേഴ്സിന് കുട്ടികളെ മനസ്സിലാക്കാനും അവരുടെ പ്രോബ്ലംസ് ഒക്കെ സോൾവ് ചെയ്യാനൊക്കെ ഒരു സഹായ സഹകരണം തമ്മിലുണ്ടായിരിക്കും. നെക്സ്റ്റ് ഇസ് പ്ലാൻ ടുഗെദർ. സ്കൂളിന്റെ ഡെവലപ്മെന്റിന് ആവശ്യമായിട്ടുള്ള ആക്ടിവിറ്റീസും പ്രോഗ്രാംസും എല്ലാം എന്താണ് പ്ലാൻ ചെയ്യാൻ സാധിക്കും ടുഗെദർ ആയിട്ട്. ഇതൊക്കെയാണ് അവരുടെ ഫീച്ചേഴ്സ്. ഓക്കെ, നെക്സ്റ്റ് ഇവരുടെ വേറെ സ്പെഷ്യൽ ഫങ്ഷൻസ് എന്തൊക്കെയാണ് സ്കൂൾ കോംപ്ലക്സിന്റെ? അക്കാഡമിക് ഗൈഡൻസ് ഹെൽപ്സ് ഇംപ്രൂവ് ലേണിംഗ് ഇൻ ദ സ്കൂൾസ്. ലേണിംഗ് ഇംപ്രൂവ് ചെയ്യാനും ക്വാളിറ്റി എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യാനും സാധിക്കും അല്ലെ. എന്തൊക്കെ ആക്ടിവിറ്റീസ് ആണ് സ്കൂൾ കോംപ്ലക്സിന്റെ ഭാഗമായിട്ട് കൊണ്ടുവരിക? സിലബസ് പ്ലാൻസ് ഉണ്ടാക്കുക, ടീച്ചിങ് മെറ്റീരിയൽസിനെ കളക്ട് ചെയ്യുക, ന്യൂ ടീച്ചിങ് മെത്തേഡ്സിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാൻ സാധിക്കും. ഇതൊക്കെ ഒരു നല്ല ഓപ്പർച്യൂണിറ്റി അല്ലേ? കാരണം ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ള ടീച്ചേഴ്സ് ഉണ്ടായിരിക്കും അല്ലെ. സോ അവർക്ക് അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യുന്നതിലൂടെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കി എടുക്കാൻ സാധിക്കും. ലെസൺസിനെ സൂപ്പർവൈസ് ചെയ്യുക, ലെസൺ പ്ലാൻസ് പ്രിപ്പയർ ചെയ്യുക, സ്ലോ ലേണേഴ്സിനെ വീക്ക് ലേണേഴ്സിനൊക്കെ സപ്പോർട്ട് ചെയ്യാൻ സാധിക്കും. മോഡൽ ലെസൺസ് ഒക്കെ ഷോ ചെയ്യുന്നതിലൂടെ അവർക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കി എടുക്കാൻ പറ്റും. ടീച്ചിങ് മെറ്റീരിയൽസ് ഷെയർ ചെയ്യുക, എക്സ്ട്രാ റീഡിംഗ് മെറ്റീരിയൽസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുക, ടീം വർക്കിനെ പ്രൊമോട്ട് ചെയ്യുക. ഇതെല്ലാമാണ് സ്കൂൾ കോംപ്ലക്സിന്റെ ഫങ്ഷൻസ്. ഓക്കെ, സോ ഒരു ഇന്റഗ്രൽ ഒരു
എഡ്യൂക്കേഷണൽ യൂണിറ്റിനെ ഒരു യൂണിറ്റിയിൽ കൊണ്ടുപോകാൻ സാധിക്കുക എന്നുള്ളതാണ് എഡ്യൂക്കേഷണൽ കോംപ്ലക്സ് ഉദ്ദേശിക്കുന്നത്. ഇനി വേറെ എന്തൊക്കെ കോ കരിക്കുലർ ആക്ടിവിറ്റീസ് ആണ് സ്കൂൾ കോംപ്ലക്സിന്റെ ഭാഗമായിട്ട് വരിക? സ്പോർട്സ് ആൻഡ് ഗെയിംസ്, ഗൈഡൻസ് ഫോർ PE ടീച്ചേഴ്സ് അല്ലെ, ഫിസിക്കൽ എഡ്യൂക്കേഷൻ ടീച്ചേഴ്സിന് ഗൈഡൻസ് പ്രൊവൈഡ് ചെയ്യുക, എഡ്യൂക്കേഷണൽ ട്രിപ്സ് പ്ലാൻ ചെയ്യുക, ഫിസിക്കൽ ട്രെയിനിങ് സപ്പോർട്ട്സ് പ്രൊവൈഡ് ചെയ്യുക, ഫസ്റ്റ് എയ്ഡ് ട്രെയിനിങ് കൊടുക്കുക, സ്കൂൾ കോമ്പറ്റീഷൻസ് ഓർഗനൈസ് ചെയ്യുക. ഇതെല്ലാം കോ കരിക്കുലർ ആക്ടിവിറ്റീസിൽ വരുന്നതാണ്. ഓക്കെ, പിന്നെ എന്തൊക്കെയാ ഫംഗ്ഷൻസ്? സ്കൂൾ ഇംപ്രൂവ്മെന്റ് പ്രൊജക്ട്സ് അല്ലെ, സ്കൂളിന്റെ ഇംപ്രൂവ്മെന്റിന് ആവശ്യമായിട്ടുള്ള ഒരുപാട് പ്രോജക്ട്സ് കൊണ്ടുവരിക, എക്യുപ്മെന്റ് അസിസ്റ്റൻസ് കൊടുക്കുക അല്ലെ. എക്യുപ്മെന്റ് അസിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ എന്താ? ഹയർ ലെവൽ സ്കൂൾസ് പ്രൊവൈഡ് മെറ്റീരിയൽ ആൻഡ് എക്യുപ്മെന്റ് ടു ലോവർ ലെവൽ സ്കൂൾ. എക്യുപ്മെന്റ് അസസ്മെന്റ് എന്ന് പറയുമ്പോൾ ഹയർ ലെവൽ സ്കൂളിൽ ഒരുപാട് മെറ്റീരിയൽസ് ഉണ്ടായിരിക്കും അല്ലെ. +1 +2 ഒക്കെ ആവുമ്പോൾ അവരെന്ത് ചെയ്യുക? അത് ലോവർ ലെവൽ സ്കൂളിന് ആ ഒരു എക്യുപ്മെന്റ്സ് പ്രൊവൈഡ് ചെയ്യുക, ഷെയർ ചെയ്യുക. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ലൈബ്രറി, ടീച്ചിങ് എയ്ഡ്സ്, പ്ലേ ഗ്രൗണ്ട്സ്, ഇതൊക്കെ എക്യുപ്മെന്റ് അസിസ്റ്റൻസ് അല്ലെങ്കിൽ എക്യുപ്മെന്റ് ഒരു ഷെയറിംഗ് അവിടെ പ്രൊവൈഡ് ചെയ്യാൻ സാധിക്കും. പിന്നെ സൂപ്പർവിഷൻ അല്ലെ, നമുക്ക് സൂപ്പർവൈസ് ചെയ്യാം. ദ ഹെഡ് ആൻഡ് സീനിയർ ടീച്ചേഴ്സ് ഓഫ് ദ ഹയർ ലെവൽ ഇൻസ്റ്റിറ്റ്യൂഷൻ മേ സൂപ്പർവൈസ് ദ വർക്ക്, ഓർഗനൈസേഷൻ വർക്ക് ആൻഡ് അതർ ആക്ടിവിറ്റീസ്. ഒരു സ്കൂളിന്റെ ഹെഡും അതുപോലെ ആ ഒരു ഹയർ ലെവൽ ഇൻസ്റ്റിറ്റ്യൂഷനിലുള്ള സീനിയർ ടീച്ചേഴ്സും എന്ത് ചെയ്യും? ഇവരായിരിക്കും പ്രോപ്പർ ആയിട്ട് വർക്കിനെ സൂപ്പർവൈസ് ചെയ്യുന്നതും ഇവരെ ഓർഗനൈസ് ചെയ്യുന്നതും ആക്ടിവിറ്റീസ് കൊണ്ടുവരുന്നതും എല്ലാം ഈ ഒരു സീനിയർ ടീച്ചേഴ്സ് ആയിരിക്കും. നെക്സ്റ്റ് ഇസ് ഇവാലുവേഷൻ അല്ലെ. ഒരു ഇവാലുവേഷൻ നടത്താൻ വേണ്ടിയിട്ട് എന്താണ്? ഒരു കമ്മിറ്റി ഫോം ചെയ്യുക. എന്തിനു വേണ്ടിയിട്ട്? നല്ല ബെറ്റർ ക്വസ്റ്റ്യൻ പേപ്പർ പ്രിപ്പയർ ചെയ്യാനും പുതിയ എക്സ്പെരിമെന്റ്സിനെ എല്ലാം കണ്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടും സ്കൂളുകളിൽ എന്താണ്? ഒരു കമ്മിറ്റി ഫോം ചെയ്യുക. പിന്നെ അഡ്മിനിസ്ട്രേഷൻ ഡ്യൂട്ടീസ്, ഇൻസ്റ്റിറ്റ്യൂഷണൽ പ്ലാനിങ്, എഡ്യൂക്കേഷണൽ ഇൻഫോർമേഷൻ, നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം സ്കൂൾ കോംപ്ലക്സിന്റെ അണ്ടറിൽ വരുന്നതാണ് കേട്ടോ. ഇനി വാട്ട് ആർ ദ അഡ്വാൻറ്റേജ് ഓഫ് സ്കൂൾ കോംപ്ലക്സ്? നമ്മൾ ഓൾറെഡി പറഞ്ഞൂലേ, ആ ഒരു ഐസൊലേഷൻ ബ്രേക്ക് ചെയ്യാൻ ഈ ഒരു കൺസെപ്റ്റിലൂടെ സാധിക്കുന്നുണ്ട്. ലേണിംഗ് ബൈ അതേഴ്സ് എക്സ്പീരിയൻസ്, ഈ ടീച്ചേഴ്സ് തമ്മിലുള്ള ഈ ഒരു കോപ്പറേഷനും കമ്മ്യൂണിക്കേഷനും ഒക്കെ കാരണം മറ്റു ടീച്ചേഴ്സിന്റെ എക്സ്പീരിയൻസിലൂടെ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി നമുക്ക് ലഭിക്കുന്നുണ്ട്. ഷെയറിംഗ് ഓഫ് റിസോഴ്സസ്, അവൈലബിൾ ആയിട്ടുള്ള ഹ്യൂമൻ ആൻഡ് മെറ്റീരിയൽ റിസോഴ്സസിനെ മാക്സിമം എഫിഷ്യന്റ് ആയിട്ട് ഷെയർ ചെയ്യുന്നതിലൂടെ അവർക്കുള്ള റിസോഴ്സസിനെ ഒരു എന്താ പറയാ ബെറ്റർ യൂട്ടിലൈസേഷന് സാധ്യമാവുന്നുണ്ട് അല്ലെ. പ്രൊഫഷണൽ ഡെവലപ്മെന്റ് ഓഫ് ടീച്ചേഴ്സ്, ടീച്ചേഴ്സിന്റെ ഈ ഒരു മ്യൂച്വൽ ഹെൽപ്പിലൂടെ അല്ലെങ്കിൽ ഷെയറിങ്ങിലൂടെ നമുക്കൊരു പ്രൊഫഷണൽ ഡെവലപ്മെന്റും ഒരു സോഷ്യൽ ഡെവലപ്മെന്റും നമുക്കൊരു ഇക്കോണമിക് ഡെവലപ്മെന്റിനെല്ലാം സാധ്യമാവും. നെക്സ്റ്റ് ഇസ് ഇംപ്രൂവ്ഡ് പെർഫോമൻസ്. നമുക്കറിയാം ഇന്റേണൽ സൂപ്പർവിഷൻ ഉണ്ടായിരിക്കില്ല. ഇപ്പൊ പ്രൈമറി ലെവൽ ടീച്ചേഴ്സിന്റെ പെർഫോമൻസിന് ഹയർ സെക്കൻഡറി ലെവൽ ടീച്ചേഴ്സ് സൂപ്പർവൈസ് ചെയ്യുന്നുണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ സൂപ്പർവൈസിങ്ങിലൂടെ, ഈ ഒരു ഇന്റേണൽ സൂപ്പർവൈസിങ്ങിലൂടെ നമുക്ക് നമ്മുടെ പെർഫോമൻസിനെ ഇംപ്രൂവ് ചെയ്യാനുള്ള ഒരു സ്കോപ്പ് അല്ലേ അവിടെ വരുന്നത്. ഇപ്പൊ എന്തെങ്കിലും നമ്മുടെ ടീച്ചിങ്ങിലൊക്കെ പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ അവർ നമുക്ക് വേണ്ട ഗൈഡൻസും സപ്പോർട്ടും പ്രൊവൈഡ് ചെയ്യും. അതിലൂടെ നമുക്ക് നമ്മുടെ ടീച്ചിങ് ഇംപ്രൂവ് ചെയ്യാൻ സാധിക്കും, നമ്മുടെ പെർഫോമൻസിനെ ഇംപ്രൂവ് ചെയ്യാൻ സാധിക്കും. Okay, next, what are the disadvantage of school complex? First one is increase in load of work. Effective working of a school complex may increase the load of work of teachers. അതായത് ഈ സ്കൂൾ കോംപ്ലക്സ് എന്ന് പറഞ്ഞിട്ടുള്ള കൺസെപ്റ്റിനെ എഫക്റ്റീവ് ആക്കാൻ വേണ്ടിയിട്ട് ടീച്ചേഴ്സ് ഒരുപാട് ഓവർലോഡ് എടുക്കേണ്ട സാഹചര്യം വരാറുണ്ട്. അതൊരു ഡിസഡ്വാൻറ്റേജ് ആണ്. നെക്സ്റ്റ് ഇസ് ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ്. ടീച്ചേഴ്സ് തമ്മിൽ ചിലപ്പോൾ ഒരു ഇൻഫീരിയോറിറ്റി കോംപ്ലക്സോ ഒക്കെ, ലൈക്ക് പ്രൈമറി ടീച്ചേഴ്സ്, പ്രൈമറി ഹെഡ്സും മിഡിൽ സ്കൂളിലെ ഹെഡ് തമ്മിൽ, അല്ലെങ്കിൽ ഇപ്പൊ ഈ ഹയർ സെക്കൻഡറി ടീച്ചേഴ്സിന്റെ സൂപ്പർവിഷൻ കാരണം ചിലപ്പോൾ അത് ചിലവരിൽ ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് ഉണ്ടാക്കാനുള്ള ചാൻസ് ഉണ്ട്. സോ അതൊരു ഡിസഡ്വാൻറ്റേജ് ആണ്. നെക്സ്റ്റ് ഇസ് നെഗ്ലെക്ട് ഓഫ് ഡ്യൂട്ടീസ്. The teachers may waste their energies in school complex programs, result in neglect of duties and responsibilities. അതായത് ഈ ടീച്ചേഴ്സ് ഇവരുടെ ഫുൾ എനർജി ഈ സ്കൂൾ കോംപ്ലക്സ് പ്രോഗ്രാമിൽ വേസ്റ്റ് ചെയ്യുന്നതോടുകൂടെ വേറെ പല ഡ്യൂട്ടീസും റെസ്പോൺസിബിലിറ്റീസും ഇവർ ഏറ്റെടുക്കാതിരിക്കുന്ന പല സാഹചര്യങ്ങൾ ഉണ്ടാവാറുണ്ട്. അതൊരു ഡിസഡ്വാൻറ്റേജ് ആണ്. Next is no mutual benefit. Teachers of higher secondary school may only be assisting others. ഇതെന്താണെന്നറിയോ? ഈ ഹയർ സെക്കൻഡറി ടീച്ചേഴ്സിന് കുറച്ചും കൂടി ഒരു തലപ്പൊക്കം കൂടുതലായിരിക്കും, നമുക്കറിയാം അല്ലെ. സോ ഇവരിങ്ങനെ മറ്റുള്ളവരെ, ഹയർ സെക്കൻഡറി ടീച്ചേഴ്സ് മറ്റുള്ളവരിങ്ങനെ അസിസ്റ്റ് ചെയ്യുക അല്ലെങ്കിൽ സൂപ്പർവൈസ് ചെയ്യുക എന്നുള്ള റോള് മാത്രം ഇങ്ങനെ എടുത്തുകൊണ്ട് നടക്കും. വേറെ ഒരു കാര്യത്തിലും ഇവർ പൂർണ്ണമായിട്ടും പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ടാവില്ല, ഇവരുടെ റോൾ ഇടുന്നുണ്ടായിരിക്കില്ല. സോ അതുകൊണ്ട് തന്നെ ഒരു മ്യൂച്വൽ ബെനിഫിറ്റ് മേ ബി ഇല്ലാതെ ഇരിക്കാം. ചിലവര് നന്നായിട്ട് വർക്ക് ചെയ്യുക, ചിലവര് ആ ഒരു അതിന് എടുത്തുകൊണ്ടൊരു
എന്താ പറയാ ബാക്കി എല്ലാത്തിന്നും ഒഴിഞ്ഞു മാറി നടക്കുക, അങ്ങനെ ഒരു മ്യൂച്വൽ ബെനിഫിറ്റ് ഉണ്ടായിരിക്കില്ല തമ്മിൽ തമ്മിൽ. സോ അതൊക്കെ തന്നെ ഒരു ഡിസഡ്വാൻറ്റേജ് ആണ് കേട്ടോ. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് ഈ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്യാനുണ്ടായിരുന്നത്. പ്രധാനമായിട്ടും നമ്മൾ എന്താണ് സ്കൂൾ അഡ്മിനിസ്ട്രേഷൻ, ഇൻസ്റ്റിറ്റ്യൂഷണൽ പ്ലാനിങ് എന്ന് പറയുന്ന കൺസെപ്റ്റ് എന്താണ് സ്കൂൾ കോംപ്ലക്സ്, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു സെഷനിൽ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇനിയുള്ള സെഷനിൽ നമ്മൾ ഹെഡ് മാസ്റ്ററിന്റെ റോള്, ടീച്ചേഴ്സിന്റെ റോള്, ടൈം ടേബിൾ എങ്ങനെയായിരിക്കണം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു ചാപ്റ്ററിന്റെ സെക്കൻഡ് സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോവാ കേട്ടോ. സോ ഐ ഹോപ്പ് ദിസ് ചാപ്റ്റർ ഇസ് ക്ലിയർ. പുതിയതായിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ പഠിക്കുന്നത്. സ്കൂൾ കോംപ്ലക്സും ഇൻസ്റ്റിറ്റ്യൂഷണൽ പ്ലാനിങ്ങിൽ വരുന്ന ഇവരുടെ സ്റ്റെപ്സും ഫീച്ചേഴ്സും ഒക്കെ നമുക്ക് പുതിയ അറിവുകളായിരിക്കും. അപ്പൊ എന്തായാലും ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ ഈ ഒരു സെഷൻ, ഈ ഒരു PDF ഗോ ത്രൂ ചെയ്യേണ്ടതാണ്. നമുക്ക് അങ്ങനെ റിലേറ്റ് ചെയ്ത് വളരെ എളുപ്പമായിട്ട് എഴുതാൻ പറ്റുന്നതല്ല. സോ ഒരുപാട് കാര്യങ്ങൾ നോട്ട് ചെയ്ത് വെച്ച് തന്നെ പോയിന്റ് ഔട്ട് ചെയ്യേണ്ട കേസുകളുണ്ട്. സോ PDF ഗോ ത്രൂ ചെയ്യുക, ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യുക. ഐ ഹോപ്പ് ദിസ് സെഷൻ വാസ് ബെനിഫിറ്റ് ഫോർ യു. നിങ്ങൾക്ക് ബെനിഫിഷ്യൽ ആണെന്ന് വിചാരിക്കുന്നു. ഗോ ത്രൂ ചെയ്തിട്ട് നമുക്ക് ക്ലാരിറ്റി വരുത്താം ഇൻ കേസ് ഇഫ് യു നീഡ്. ഓക്കെ.